Hi guys, namaskaram. Invisible me. Hebar, over to you. നമസ്കാരം ചെൽസി ഫാൻസ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ഇവന്റ്ഫുൾ ഡേ. കുറേ കാലം കാത്തിരുന്ന് എന്തെങ്കിലും ന്യൂസ് ചെൽസി വരട്ടെ കാത്തിരുന്ന് ഇന്ന് അത്യാവശ്യം ഇവന്റ്ഫുൾ ഡേ ഫോർ ഓൾ ചെൽസി ഫാൻസ്. സോ വെൽക്കം ചെൽസി ഫാൻസ് ടു ദി സ്ക്രീം. ഗിരീഷ് ജി, വെൽക്കം. And we also have our chairman Tom with full dedication. ഒരു സ്പ്രേനും കാലി കാസ്റ്റ് വെച്ചുകൊണ്ടും ചെൽസിയുടെ ഇന്നത്തെ ആഘോഷത്തില് വെൽക്കം ടു ദ സ്ട്രീം. Thank you, Ebar. Again, so very eventful day. കുറെ ചെൽസി ഫാൻസിന് ഉണ്ടാകുന്ന പരാതിയാണ് ന്യൂസേ വരുന്നില്ല. സ്റ്റെർലിങ്ങിന്റെ അവസാനം ഗതിയായിട്ട് മാറ്റ്ലോനെ അനൗൺസ് ചെയ്തു. ക്ലബ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ ഒരു താല്പര്യക്കുറവ് കാണിച്ചുകൊണ്ട് ഐ തിങ്ക് മാറ്റ്ലോ ജസ്റ്റ് അബൌട്ട് ട്വീറ്റഡ് ദാറ്റ് സ്റ്റെർലിംഗ് ഇസ് ഓൺ ദ വേ ടു US ടു മീറ്റ് അപ്പ് വിത്ത് ഹിസ് ടീംമേറ്റ്സ്. അപ്പോൾ ഗിരീഷ്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു. ഓവറോൾ നമ്മുടെ ഇതുവരെയുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോനെ പറ്റിയ ഒരു അഭിപ്രായം, ആസ് ഇൻ ദ പ്ലേയേഴ്സ് ഹു ആർ കമ്മിങ് ഇൻ, ആൻഡ് ഹു ഡു യു തിങ്ക് ഈ അടുത്തൊരാഴ്ചയിലുള്ള എന്തൊക്കെ അനൗൺസ്മെന്റ്സ് ഉണ്ടാവുന്നതാണ്? നമ്മളിപ്പോ നോക്കുമ്പോ ഇല്ല ടാർഗറ്റ് ട്രാൻസ്ഫർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ്സ് ഒക്കെ മേ ബി വി ആർ നോട്ട് ഗെറ്റിംഗ് ദം. പക്ഷെ ആ ടാർഗറ്റ്സ് നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാം ഭയങ്കര ഫോക്കസ് ടാർഗറ്റ്സ് ആണ്. ലൈക്ക് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ടുഷൽ ഇസ് ദ ഹെൽം ഓഫ് തിങ്സ്. ടുഷലിന്റെ ടാർഗറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് നോട്ട് ക്ലബ് ടാർഗറ്റ്സ്. അദ്ദേഹം ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുണ്ടേന്റെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കുണ്ടേ നമ്മൾ ഇപ്പൊ സൈൻ ചെയ്യും പറഞ്ഞിട്ട് പെട്ടെന്ന് എവിടുന്ന് ലൈക്ക് ഇറ്റ്സ് നൗ ഇൻവിസിബിൾ, നോ വെയർ റൈറ്റ് നൗ. So that I personally feel, എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ആ സമയത്ത് ലൈക്ക് കുണ്ടേ വാസ് നെവർ എ ടുഷൽ ടാർഗറ്റ്, വാസ് മോർ ലൈക്ക് എ ക്ലബ് ടാർഗറ്റ്. ആൻഡ് മറീന വിട്ട് കഴിഞ്ഞ ശേഷം that is completely cool down. So എനിക്ക് what I like also about this transfer, ഞാൻ ഒരു 3 ആഴ്ച മുമ്പ് പറയുകയും ചെയ്തായിരുന്നു, ലൈക്ക് it looks like Tuchel is the head of things. Yes, it's a double-edged sword, പക്ഷേ I like the way we are going right now. Sterling ഇപ്പോൾ almost announced ആണ്. ഇന്നൊരു വലിയ ന്യൂസ് വന്നിട്ട് maybe we can get into that a bit later, but so far all the targets that we are getting linked to have been really good targets. ടോട്ടലി അഗ്രി. ആൻഡ് ടോം ബ്രോ, നിങ്ങളുടെ അടുത്ത് വരാം. ഐ തിങ്ക് ഇന്ന് രാവിലെ ഒരു ട്വീറ്റ് കണ്ടിരുന്നു, അനൗൺസ്മെന്റ് ഇന്ന് എങ്ങാനും ഉണ്ടാവോ സ്റ്റെർലിംഗ് ഡേ എന്നുള്ളത്. ബട്ട് ഓവർ ദ കോഴ്സ് ഓഫ് ദി ഡേ ഐ തിങ്ക് പോസിറ്റിവിറ്റി നല്ലോണം കൂടിയുണ്ട്, അറ്റ്ലീസ്റ്റ് വിത്ത് റിഗാർഡ്സ് ടു ദ സ്റ്റോക്ക് ആസ് ഇൻ ട്രാൻസ്ഫർ മാർക്കറ്റ്. സോ ഇന്നത്തെ ഒരു ചെൽസിയുടെ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിനെ പറ്റി ഒരു 2 വാക്ക്, ആസ് ഇൻ ഹൗ ഡു യു തിങ്ക് വി പ്രോഗ്രസ് സോ ഫാർ, ഈ വിൻഡോനെ പറ്റി ഒരു അഭിപ്രായം പറയണം. Yeah, I think we've taken massive steps because Sterling, as you say, നമ്മുടെ ടയർ 1 ഏറ്റവും ടയർ 1 ആയ സോഴ്സസ്, ഇറ്റ്സ് ബേസിക്കലി അനൗൺസ്ഡ് എന്ന് തന്നെ വേണേൽ പറയാം. ഐ തിങ്ക് ഇപ്പോൾ US സ്റ്റോറിൽ പോയില്ല, അതായത് നമ്മുടെ ടീം US സ്റ്റോറിൽ ഇപ്പോൾ പോയിട്ടില്ലായിരുന്നെങ്കിൽ, കോബ്ഹാമിൽ തന്നെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ മേ ബി സ്റ്റേർലിംഗ് അനൗൺസ്മെന്റ് ഇപ്പോഴേ വന്നേനെ. ഇവിടെ ആരുമില്ല, ഇവിടെ ഒറ്റയ്ക്ക് ജേഴ്സി പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അണ്ണൻ US ഫ്ലൈറ്റ് എടുത്തത്. അപ്പൊ സോ ഇറ്റ് ഇസ് ഇമ്മിനന്റ്. പുള്ളി അവിടെ എത്തി പ്ലേയേഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്തായാലും ഒരു US അനൗൺസ്മെന്റ്, ആൻഡ് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് നൗ. വി ആർ എ US ബേസ്ഡ് ടീം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഫസ്റ്റ് അനൗൺസ്മെന്റ് മേ ബി ടോഡ് ബോളിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇൻഅഡ്വേർട്ടൻ്റ്ലി വന്നതാണെങ്കിലും ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് ഫോർ ദ US മാർക്കറ്റ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെൽസിക്ക് US നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അത് പുളിസിക്ക് വരുന്നതിന് മുന്നേ തന്നെ US നല്ലൊരു ബേസ് ഉണ്ട്. ഐ മീൻ നമ്മളുടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പോഡ്കാസ്റ്റ് നമ്മളെല്ലാവരും കേൾക്കാറുള്ള ലണ്ടൻ ഇസ് ബ്ലൂ, ഇറ്റ്സ് US ബേസ്ഡ്. അങ്ങനെ കുറെ US ലിങ്ക്സ് ഉള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് നമ്മൾ. വി ഓൾവേസ് ബിൻ ദാറ്റ്. അപ്പോൾ ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് സെൻസ്. അതുമാത്രമല്ല, കൂലിബാലി ഔട്ട് ഓഫ് നോവെയർ നമ്മൾ പ്രീവിയസ് ഫ്യൂ എപ്പിസോഡ്സ് നോക്കുകയാണെങ്കിൽ ആസ്പിൻ നമ്മളോട് ചോദിച്ചായിരുന്നു among the targets, even when Delict was heavily linked, Delictന്റെ ലിങ്ക് നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്തും ഐ റിമെമ്പർ സെയിങ് ഐ വുഡ് ചൂസ് കൂലിബാലി ഓവർ ഡെലിക്റ്റ്. പ്രായം കൂടുതലാണ്, എല്ലാം നമുക്കറിയാം, ബട്ട് ദാറ്റ് ഈസ് എ ബീസ്റ്റ് ഓഫ് എ മോൺസ്റ്റർ, പ്രോപ്പർ സെന്റർ ബാക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നമ്മൾ ഒരു എന്താ പറയാ സൂപ്പർ സ്റ്റാർ റൂഡിഗറിനെ ഒരു സൂപ്പർ സ്റ്റാർ ഡിഫൻഡറിനെ വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യണം. ആ ബ്രാക്കറ്റിൽ എക്സാക്ട്ലി ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് വന്ന് കയറാൻ പോകുന്നത്. സോ ആൻഡ് അതുമാത്രമല്ല, വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. പിന്നെ ആബ്രി റൂമേഴ്സ് വരുന്നിട്ടുണ്ട് ഔട്ട് ഓഫ് നോവെയർ. അതും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടയർ 1 സോഴ്സസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ടുഡേ വി മെയ്ഡ് മാസീവ് സ്റ്റെപ്സ്. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. So yeah, comes at the right time.
എക്സാക്ട്ലി. ആൻഡ് ഇപ്പോൾ കുറച്ച് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന അബൌട്ട് കുലിബാലി ആക്കിയ രണ്ടാൾക്കാരും വരാണെങ്കിൽ ഹൂ വിൽ പ്ലേ LCB. ഞാൻ ഒരു കമന്റ് കണ്ടിരുന്നു ദറ്റ് കുലിബാലി ഈസ് എ ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് എന്ന്. ഫാക്ട് ഇസ് ഹി ഈസ് റൈറ്റ് ഫുട്ടഡ് ബട്ട് ഹി സോ ഗുഡ് ഓൺ ദ ലെഫ്റ്റ് ഫുട്ട്. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ജോൺ ടെറി പണ്ട് കളിച്ചിരുന്നപ്പോൾ ഹി വാസ് ഈക്വലി കംഫർട്ടബിൾ രണ്ട് ഫുട്ടിലും. എവിടെ നിന്ന് അതും ഒരു മിഡ്ഫീൽഡറിന് പാസിംഗ് റേഞ്ച് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. And I think Koulibaly, being someone who has played under Sarri, under Spalletti, as in multiple managers in കളിച്ച് ഒരു as in കഴിവ് തെളിയിച്ചൊരു പ്ലെയർ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി a huge asset for Chelsea. And Girish, I will direct the next question to you also. Koulibaly വരാണെങ്കിലും, and let's assume Ake is also signed, what do you think are നമ്മുടെ first choice back three, what will it look like according to you? ഡെഫിനറ്റ്ലി നമ്മളിപ്പോ സൈൻ ചെയ്യുന്ന എല്ലാവരും ഫസ്റ്റ് ചോയ്സ് പ്ലേയേഴ്സ് തന്നെ ആയിരിക്കും. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ആക്കെ ആൻ ലെഫ്റ്റ്, സിൽവ ഓൺ സെന്റർ ആൻഡ് കുലിബാലി ഓൺ ദ റൈറ്റ് ടു സ്റ്റാർട്ട് ഓഫ്. പക്ഷെ കുലിബാലി ശരിക്കും നോക്കിയാൽ ഹീസ് വൺ പ്ലെയർ ഹു കൻ ഫിറ്റ് ഇൻ എനി പൊസിഷൻ ഇൻ ദ ബാക്ക് ത്രീ. മൂന്ന് സെന്റർ ബാക്ക് പൊസിഷനും ഫിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് കുലിബാലി, സ്പെഷ്യലി ഓൺ ദ ടോപ്പിക്, കുലിബാലി വാസ് ദ ക്യാപ്റ്റൻ ഓഫ് നാപ്പോളി, വാസ് ദ ക്യാപ്റ്റൻ ഓഫ് സെനഗൽ. സോ ആ ഒരു ലീഡർഷിപ്പ് റുഡിഗർ ഏറ്റവും കൊണ്ടുവന്ന ഒരു ക്വാളിറ്റി പറഞ്ഞാൽ റുഡിഗർ ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് പാഷൻ ഓൺ ദ പിച്ച് ആണ്. അത് റീപ്ലേസ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് കുലിബാലിക്ക് ഉള്ളത്. ലൈക്ക് ആ ട്രേറ്റ് നമുക്ക് അറിയാം. ഒരു 3 വർഷം മുമ്പ് നമ്മൾ സ്വയം പറയാറുണ്ട് there is no leadership in the team, there is no leadership in the team. Koulibaly is going to, and Rudiger is one person who had that leadership, and we have replaced him with that best option out there. I feel he's Koulibaly is like one of the best center backs in the world right now. That's my opinion. So I'm very, very happy with that. And to answer the question, I feel Ake, Silva and Koulibaly with Caldwell as a backup on left center back and Chalobah as a backup on right center back. And നമ്മളെപ്പോഴും ഒച്ചയും പോലെ കൊടുക്കുന്നതാണ് ബാക്കപ്പ് വേണം എന്നുള്ളത്. ഇതിൽ കൂടുതൽ വലിയ 2 ബാക്കപ്പുകളില്ല. എനിക്ക് ആ ചാലബയുടെ ആറ്റിറ്റ്യൂഡൊക്കെ ലെവിൽ കോൾവെലിന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം ഹി ഈസ് വില്ലിംഗ് ടു സ്റ്റേ ബാക്ക് അല്ലേ. അല്ലാണ്ട് എനിക്കിപ്പോ തന്നെ ഗെയിം ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാടിപ്പോന്നുള്ള ഒരു വാശിയൊന്നുമല്ല. എത്ര ലോണ് പോയിന്റ് എന്നുള്ളതാണ്. ഇപ്പോ ഹഡേഴ്സ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ട്, ലോറിയന്റിൽ കളിച്ചിട്ടുണ്ട്, എന്നിട്ട് ആഫ്റ്റർ 3-4 സീസൺസ് ഔട്ട് ഹീസ് കം ഇൻ. ഇപ്പോ ഗ്രേറ്റ് പ്ലെയർ. ആൻഡ് അതൊരു അൺഎക്സ്പെക്ടഡ് ഒരു ഫസ്റ്റ് ടീം സ്ലോട്ട് ആണ് കഴിഞ്ഞ വർഷം ശരിക്കും നോക്കിയാൽ. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഐ തിങ്ക് വി വർ സപ്പോസ് ടു ബൈ കുണ്ടെ. ആ കുണ്ടെ മൂവ് ഫെയിൽ ആയത് കൊണ്ട് മാത്രം ചലോബ സ്റ്റേ ചെയ്തതാണ്. ആൻഡ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തു. സോ ആ ഒരു മെന്റാലിറ്റി, അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് മാച്ചിൽ ഗോൾ അടിച്ചത് ആ ഒരു ലോങ് ഷോട്ട് നമ്മുടെ പ്രീമിയർ ലീഗിൽ. സോ ഓൾറെഡി അത് ഗോൾ അടിച്ചതിന് കാരണം ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ട്രൂ ആൻഡ് ട്രൂ ചെൽസി. സോ ഐ എം സോ ഗ്ലാഡ് ഈ സ്റ്റേറ്റ് ബാക്ക്. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു സീസണിൽ എസ്പെഷ്യലി being under 2 of the greatest defenders in this current era, I would say, like Koulibaly, hopefully, fingers crossed, ippolum parayunnilla, and Thiago Silva, അവർ രണ്ടുപേരുടെ അണ്ടറിൽ like the amount of knowledge you will gain from those two people will be massive, and I hope these people learn a lot from them. couple of questions. ഒന്ന് റൊണാൾഡോന്റെ കാര്യം, പിന്നെ ഐ തിങ്ക് ഹരികൃഷ്ണയുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണത്. Do you think a player like Ake, who has not been playing in City starting 11, will fit into our starting 11? So, ഈ 2 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പറയാം. റൊണാൾഡോ ന്യൂസ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. തോമസ് ടൂഖൽ തന്നെയാണ് തണുപ്പിച്ചൊരു ന്യൂസ് ആണ്. ഹി ഈസ് നോട്ട് റിയലി ഷുവർ ടു ആഡ് റൊണാൾഡോ ഇൻ ടു ദ സ്കീം. ആൻഡ് സെക്കൻഡ് ചോദ്യം ടോമിലേക്ക് ഡയറക്ട് ചെയ്യാം, ആൻഡ് then I'll also invite Aspen to the discussion. So, starting with Tom, what do you speak about Ake not in the City 11 will joining into the City 11? ഒരു ഡൗൺ ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ടു എൻ എക്സ്റ്റെന്റ്. നമ്മള് ലൈക്ക് ഈ സിറ്റിയുടെ റിജക്ട്സിന്റെ പുറകെ പോകുന്നത് സ്റ്റാച്ചർ വൈസ് യെസ്, യു കെൻ ആക്ച്വലി സേ ഇറ്റ്സ് എ ഡൗൺ ഗ്രേഡ്. ബട്ട് ഒരു ബാക്കപ്പ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു അണ്ടർ സ്റ്റഡി എന്നുള്ള നിലയിലൊക്കെ ആക്കേനെ പോലത്തെ ഒരു പ്ലെയർ വരുന്നത് വലിയ കാര്യം തന്നെയാണ്. എസ്പെഷ്യലി സിൻസ് ഈസ് അവൈലബിൾ. നോർമൽ സിനാറിയോയിൽ ഹിസ് പ്രൈസ് will be much higher എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ടു എ ലാർജർ എക്സ്റ്റെന്റ് ദി ആസ്കിംഗ് പ്രൈസ് ഇസ് എ ലോട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ വുഡന്റ് ഗോ ഫോർ ഹിം ബിക്കോസ് we could get better players if we a little more ഇച്ചിരിയും കൂടി ഒന്ന് പ്രൊആക്റ്റീവ് ആയാൽ. പറയാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവൻറ്റ് acquired any first priority signings yet.
അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത്രക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി സിൻസ് വി ആർ എ ലോട്ട്, എന്താ പറയാ, ബാക്കിലധികം ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് വി ആർ നോട്ട് വെരി സ്ട്രോങ് അറ്റ് ദ മോമെന്റ്. കുലിബാലി വന്നാൽ അത് വളരെയധികം സ്ട്രോങ് ആവും, ഇറ്റ്സ് എ നോ ബ്രെയിനർ. ബട്ട് ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് വി ആർ ലുക്കിംഗ് അറ്റ് സേഫർ സെക്കൻഡ് പ്രയോറിറ്റി ഓപ്ഷൻസ്. ഇപ്പോഴും അതിനൊരു സീരിയസ്നെസ്സിൽ തന്നെ നോക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഹി ഈസ് ടേണിംഗ് 28, ഒരു യങ് പ്ലെയർ അല്ല, നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു യൂത്ത് പ്രോസ്പെക്റ്റ് ഒന്നും അല്ല. ഹീസ് ബീൻ ഗിവൺ ആ ബോൺമത്ത് ലെവലിലൊക്കെ നിന്നപ്പോൾ ഹീസ് ഷോൺ ദാറ്റ് he can do it in the Premier League, but he could not step it up. And സിറ്റിയിലെ we cannot judge him based on his City performance also, കാരണം പുള്ളിക്ക് കിട്ടിയിട്ടില്ല അവസരങ്ങൾ. ഈ പറഞ്ഞ ലപ്പോർട്ടും മറ്റേ റൂബൻ ഡയാസ് ഒക്കെ ലൈക്ക് they made that ജോൺ സ്റ്റോൺസ്, അതൊക്കെ അവരൊക്കെ പ്രോപ്പർ കോൺക്രീറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന പൊസിഷൻസിൽ ഇങ്ങേരിക്കൊന്നും കയറാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെ, ഐ മീൻ ഇറ്റ്സ് ട്രിക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവന്റെ ഒക്കെ പുറകെ പോകേണ്ടി വരുന്നത്. സോ ഐ എം നോട്ട് എക്സൈറ്റഡ്, ബട്ട് ലെറ്റ്സ് സീ ഇനി കുലിബാലി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് എന്നുള്ളത് കണ്ടറിയാം. ആസ്പെൻ, നെയ്തൻ ആക്കെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ കയറാൻ പറ്റാത്തൊരു പ്ലെയർ അല്ലെങ്കിൽ കളിക്കാത്തൊരു പ്ലെയർ ടു ചെൽസി സ്റ്റാർട്ടിംഗ് ലെവൻ. ആക്കയുടെ കേസില് ഈ പറഞ്ഞ പോലെ ടോം ഒരുപാട് പോയിട്ട് പറയുന്നുണ്ടായി, ബോൺമൗത്തിലെ ഒരു ഇംപ്രഷൻ കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് അപ്പ് ഹി കുഡ് ഡു. പക്ഷെ ഒരു മൊത്തത്തിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രീമിയർ ലീഗ് പ്രൂവൺ ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് ജയിച്ച ടീമിന്റെ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ്. വെരി ഇമ്പോർട്ടന്റ് പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് 27 year old, 28 നെക്സ്റ്റ് സീസൺ, ഐ മീൻ ആഫ്റ്റർ കമ്മിങ് ഐ തിങ്ക് 28 ആവാൻ പോകുന്നു. ഫോർ എ ഡിഫൻഡർ അതൊരു മോശം മാച്ച് അല്ല. എക്സ്ട്രീം എങ്ങാണെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഹി സ്റ്റിൽ ഹാവ് അറ്റ്ലീസ്റ്റ് 6 or 7 years ഓഫ് പ്ലേയിങ് ഇൻ പ്രീമിയർ ലീഗ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന രീതിയിലായിരിക്കണം അക്കയുടെ സൈനിങ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് ഓൾറെഡി നമ്മൾ കുലുവാലിയുടെ പുറകെ പോകുന്നുണ്ട്, നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ. സോ കുലുവാലി ഈസ് ദാറ്റ് എന്താ പറയുന്ന ഒരു ഡയറക്റ്റ് റുഡിഗർ റിപ്ലേസ്മെന്റ് എന്ന രീതിയിൽ കുലുവാലിയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹെബാർ പറയുണ്ടായി ഹി ഈസ് എക്സ്ട്രീംലി ഗുഡ് ടു ഫൂട്ടഡ്. കാരണം ടു ഫൂട്ടഡ് ഡിഫൻഡേഴ്സ് ഒക്കെ ഇപ്പം ഒരു റെയർ ബ്രീഡ് ആണ്, ടു ബി ഓണസ്റ്റ്. ഹി മെൻഷൻ ജോൺ ടെറി, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ജോൺ ടെറിയുടെ ഒരു ക്വാളിറ്റി ആയിരുന്നു. ഹി കുഡ് പിക്ക് ഔട്ട് പാസസ് 30-40 yards വിത്ത് ബോത്ത് ഹിസ് ഫീറ്റ്. അപ്പം ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ് കുലിബാലി. സോ അക്കി ഐ തിങ്ക് ഹീസ് കമ്മിങ് ആസ് എ സോർട്ട് ഓഫ് എ റൊട്ടേഷൻ പ്ലെയർ, ഒരു ഫ്രിഞ്ച് പ്ലെയർ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ബട്ട് ഹി കംസ് ഇൻ ആൻഡ് സ്റ്റെപ്സ്, വളരെ നല്ല ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു മോഡേൺ ടൈപ്പ് സെന്റർ ബാക്ക് കൂടി ആണ്, വെർസറ്റൈൽ ആണ്. ഹി ക്യാൻ പ്ലേ ഇൻ വൈഡ് പൊസിഷൻസ്, ഓൾസോ ഇൻ ഡിഫൻസ്. അപ്പോൾ ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വേറൊരു ചോദ്യം വരുന്നുണ്ട്, കൂണ്ടയുടെ ന്യൂസ് ഹെബാറിലേക്ക് വരാം. ആൻഡ് ദെൻ ഗിരീഷ്, യുവർ തോട്ട്സ്. തണുത്തിരിക്കുന്ന ഒരു ന്യൂസ് ആണ്. മറ്റേ നമ്മളിപ്പോ ഒപ്പിട്ട് സൈന്യം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, മഷി ഇങ്ങനെ മരച്ചോണ്ടിരിക്കാന്നൊക്കെ ആയിരുന്നല്ലോ ഡയലോഗ്. ഒരു കോൺട്രാസ്റ്റിംഗ് റിപ്പോർട്ട്സ് വരുന്നത്. ചിലയിടത്ത് പറയും ടുക്കൽ വാണ്ടഡ് ആ ഒരു സ്പെസിഫിക് പ്രൊഫൈൽ RCB ക്യാരി ചെയ്യാൻ അറിയുന്ന ഒരു പ്ലെയറും ഒരു സെന്റർ ബാക്ക് പൊസിഷനിൽ നിന്നും someone who can carry the ball wide, ഒരു വൈഡ് ത്രെറ്റ് കൊണ്ടുവരാവുന്ന പ്ലെയർ. ബട്ട് റൈറ്റ് ആഫ്റ്റർ വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് അതർ സൈനിങ്സ്, പെട്ടെന്ന് ഹി വാസ് എ ബോർഡ് സൈനിങ്, ഒരു ചെക്ക് ആൻഡ് മറീന സൈനിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇഫ് വി ഗെറ്റ് കുണ്ടെ, ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് പ്ലെയർ. ആസ് ഇൻ ഇപ്പോ കേൾക്കുന്നുണ്ടോ എസ്കേ ബ്രോ? ലൗഡ്. അതന്നെ, ഇപ്പൊ ഇഫ് വി ഗെറ്റ് കുണ്ടെ ആസ് ഇൻ എ ലോട്ട് മോർ വെറൈറ്റി ഇൻ ചലോബ ഒരു ഡിഫെൻസീവ്ലി സോളിഡ് പ്ലെയർ ആണ്. പക്ഷെ കഴിഞ്ഞ സീസൺ ചില പാച്ചസിൽ കുറച്ചൊരു ഇറസ്പോൺസിബിലിറ്റി, ഇൻകൺസിസ്റ്റൻസി, ഒരു മാൻ ഇൻ ബിഹൈൻഡ് ആയ ഉടനെ ഫസ്റ്റ് ഇൻസ്റ്റിങ് ടാക്കിൾ ചെയ്യാനാണ്, ബോക്സിനുള്ളാണെങ്കിലും പുറത്താണെങ്കിലും. അപ്പോൾ ദാറ്റ് കംസ് വിത്ത് എക്സ്പീരിയൻസ്. കുണ്ടെ സമ്മൺ ഹൂസ് ബീൻ പ്ലേയിങ് വീക്ക് ഇൻ വീക്ക് ഔട്ട് ഒരു ബാക്ക് ഫോറിൽ ഫോർ ഏജസ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇൻ ഗെയിം സിറ്റുവേഷൻസ് കുണ്ടെ വിൽ ഡെഫിനറ്റ്ലി ബി മേ ബി എ ബെറ്റർ ബെറ്റ്. പിന്നെ ആസ് ലോങ് ആസ് എന്താ പറയുക വി ഗെറ്റ് കുലിബാലി, ഐ ഡോണ്ട് കെയർ. വേറെ ആര് വന്നാലില്ലെങ്കിലും കുഴപ്പമില്ല. ഇയാൾ മാത്രം ഈ ട്രാൻസ്ഫർ വിൻഡോയിലാണെങ്കിൽ ഐ കോൾ ദിസ് എ സക്സസ്. അത്രയും എക്സൈറ്റഡ് മതി. ഒരു ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലൊക്കെ കുറെ ഐ തിങ്ക് ആ സാരി സീസൺ നമ്മൾ ചേസ് ചെയ്തു, 2016-17 കിട്ടിയില്ല. പിന്നെ ഈ വെന്റ് ഓൺ ടു ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇപ്പൊ ആ ഒരു ഹൈപ്പ് ഇല്ല. മേ ബി വാൻ ഡൈക്കിന്റെ ആ ഒരു സെയിം ബ്രെത്തിൽ പറയപ്പെടാത്തൊരു പ്ലെയർ ആണ്. ബട്ട് ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഐ തിങ്ക് ഹി വാസ് എ ഹ്യൂജ് റീസൺ വൈ സെനഗൽ വൺ. ആൻഡ് നാപ്പോളി ഇപ്പോഴും എന്താ പറയുക ഒരു നോ നോൺസെൻസ് നോ ഫ്രിൽസ് ഡിഫൻഡർ ആണ്. ഇഫ് വി ക്യാൻ ഗെറ്റ് ഹിം നത്തിങ് ലൈക്ക് ഇറ്റ്, ബെസ്റ്റ് തിങ് ടു ഹാപ്പൻ ഇൻ ദിസ് വിൻഡോ. ഗിരീഷ്, നോ കുണ്ടെ. കുണ്ടെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡിഫൻഡർ ആയിരുന്നു. പക്ഷെ ആസ് ഇറ്റ് സീംസ് ഇറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് ടുഷൽ വാൻസ്.
ആ ഒരു ഹെബർ പറഞ്ഞ പോലെ ഒരു മറീന പ്ലസ് ചെക്ക് സൈനിങ് തന്നെ ആയിരുന്നു. ലൈക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ്. മേ ബി ഐ എം റോങ്. ഇപ്പോഴും കോൺട്രാസ്റ്റിംഗ് റിപ്പോർട്ട്സ് ഉണ്ട്. ചില ആൾക്കാർ പറയുന്ന വി ആർ സ്റ്റിൽ ഇൻട്രസ്റ്റഡ്, സം പീപ്പിൾ ആർ ടെല്ലിംഗ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെ ഒരു ന്യൂസ് വരുന്നില്ല. മേ ബി ബിക്കോസ് നോബഡി റിയലി നോസ് അബൌട്ട് ഈവൻ ലൈക്ക് ഇറ്റ്. അങ്ങനെ ഒരു ഫുൾ സ്പെക്കുലേഷൻ ആണല്ലോ എൻ്റെ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ്. ഇറ്റ്സ് സം ട്രൂത്ത് ആൻഡ് സം സ്പെക്കുലേഷൻ. സോ റിഗാർഡിംഗ് കുണ്ടെ ഐ വിൽ ബി ഹാപ്പി ഇഫ് ഹി കംസ്. പക്ഷേ I'm most happy if Tuchel gets his targets. Tuchel പറയുന്നതാണ് I feel it should be king right now because that's how the transfer market is working. Appo Ake or Kunde, whoever comes, I'm happy as long as Tuchel wants him and we get what Tuchel wants. Yes, Koulibaly and Sterling is enough for success this window. Koulibaly and Sterling മാത്രമാണെന്നുണ്ടെങ്കിൽ Aspen, how do you rate it, and over to you. വെൽ, കോണ്ടെയാണ് മെയിൻ ആയിട്ട് മൂന്നാമതൊരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. ബിക്കോസ് യു ഓൾറെഡി സീൻ എന്താ പറയുക, ഡെലിറ്റ് ഈസ് ഓൾമോസ്റ്റ് നോട്ട് ആൻ ഓപ്ഷൻ. ബയൺ ആർ ഇൻ ദ ബിസിനസ് ആൻഡ് ബയൺ നോൺ ഓൺ സീരീസ് ബിസിനസ് ആണ്. ദേ കം, ദേ സേ പ്രൈസ്, ദേ വിൽ മാച്ച് ആൻഡ് ദേ വിൽ ഗോ. സോ അങ്ങനെ ഒരു ബിസിനസ് ആവാൻ ചാൻസ് ഉണ്ട്. യുവന്റസിന്റെ സൈഡായിരിക്കും ഈ പറഞ്ഞ പോലെ ഡെലിറ്റിന്റെ ഈ ഒരു ഡിലേ വന്നിരിക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു കോണ്ടെ, ഈസ് എൻ എക്സ്ട്രീംലി ഗുഡ് ടെക്നിക്കൽ പ്ലെയർ. സെന്റർ ബാക്ക് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഗോയിങ് ഫോർവേഡ് ഈസ് എക്സ്ട്രീംലി ഗുഡ് ഓൺ ദ ബോൾ. ആൻഡ് ഒരു കുഴപ്പമില്ലാതെ ഈ പറഞ്ഞ പോലെ ബോൾ കൊണ്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഡിഫൻസീവ് മിഡായിട്ട് കളിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ആരോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റിൽ, ആസ് എ റൈറ്റ് വിംഗ് ബാക്ക് ഓർ റൈറ്റ് ബാക്ക് ഓൾസോ ഹി ക്യാൻ പ്ലേ. ബട്ട് ദെൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോണ്ടെയുടെ ഒരുപാട് മാച്ചസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ജസ്റ്റ് ഗോ ടു യൂട്യൂബ് ആൻഡ് വാച്ച് ഹിസ് മാച്ച് ഹൈലൈറ്റ്സ്. കോണ്ടെയുടെ എന്താ പറയുന്നത് സ്കിൽ വീഡിയോസ് അല്ല, മാച്ച് ഹൈലൈറ്റ്സ് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈസ് ഔട്ട് ഓഫ് പൊസിഷൻ ലോട്ട് ഓഫ് ടൈംസ്. അപ്പം എസ്പെഷ്യലി ഒരു 3-at-the-back സിസ്റ്റത്തിൽ വി ആർ എക്സ്ട്രീംലി എന്താ പറയുക ഓവർ റിലയന്റ് ഓൺ അവർ സെന്റർ ബാക്സ് ടു ഹോൾഡ് ദാറ്റ് വിത്ത്. മൂന്ന് സെന്റർ ബാക്കും കറക്റ്റ് ആയിട്ട് വിത്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് തിരിച്ചു വരുന്ന അറ്റാക്കിംഗ് ബാക്സിന് കറക്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസീവ് മിഡ്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേ ബി ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ദാറ്റ് Tuchel is not going for Conte. Again, as I said, he's not a bad player, but പിന്നെയാണ് എക്സ്പീരിയൻസ് ഗ്യാപ്പ് വരുന്നത്. യു സി ഈസ് എൻ എക്സ്ട്രീംലി യങ് പ്ലെയർ. അക്കി കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗ് വിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമിൽ ഇപ്പോൾ സീസൺസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈസ് എ ഫ്രഞ്ച് പ്ലെയർ ദെയർ ഓൾസോ, ബട്ട് ദാറ്റ് ഇസ് ഇൻ മേക്ക് എ ഡിഫറൻസ്. ഒരു 27 വയസ്സുള്ള ഡിഫൻഡറിനുള്ള എക്സ്പീരിയൻസ് ഒരിക്കലും കോണ്ടേക്ക് തരാൻ പറ്റില്ല. സോ മേ ബി ദാറ്റ് ഇസ് ദ റീസൺ വി ആർ ഗോയിങ് ഫോർ അക്കി. ആൻഡ് ഓഫ് കോഴ്സ് Koulibaly 31 years of age, no nonsense signing. പിന്നെ ഈ പറഞ്ഞ പോലെ റുഡിഗറിന് പറ്റിയ റിപ്ലേസ്മെന്റ്, നല്ല ക്യാരക്ടർ ഉള്ള റിപ്ലേസ്മെന്റ്. യെസ്, ഇറ്റ് വിൽ ബി എ വിൻ ഫോർ ചെൽസി ഇൻ മൈ ഒപ്പീനിയൻ. താങ്ക് യു Ashwin bro, I agree with everything you said. Kundeയുടെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ബാക്ക് ഫോറിൽ നിന്നും റൈറ്റ് സെന്റർ ബാക്ക് കളിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു റൈറ്റ് വിങ് ബാക്ക് എടുക്കുമ്പോൾ ലൈക്ക് യു സെഡ് ഡെഫിനറ്റ്ലി ഈസ് ഔട്ട് ഓഫ് പൊസിഷൻ അറ്റ് ടൈംസ്, വിച്ച് ഐ തിങ്ക് Tuchel wanted in our system. And എന്തെങ്കിലും കണ്ടറിയാം. ഐ തിങ്ക് വി സ്പെൻഡ് എ ബിറ്റ് ഓഫ് ടൈം ഓൺ ഡിഫൻസ്. ടോം ബ്രോ വിൽ കം ടു യു നെക്സ്റ്റ്. Rafinha Sageനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം? ഐ തിങ്ക് വി ഗോട്ട് പ്ലേഡ് മേജർലി ഓർ ബാർസ ഗോട്ട് പ്ലേഡ് ഐദർ വേ. 75 million പ്ലെയർ ആണോ ചോദിച്ചാൽ മേ ബി നോട്ട് ഇൻ മൈ മൈൻഡ്. വാട്ട് ഡു യു തിങ്ക് ഓൺ അത്? ഇറ്റ്സ് ട്രാൻസ്ഫേഴ്സ് 101. നമ്മുടെ ന്യൂ ഓണേഴ്സിന് ഒരു നല്ലൊരു കൈപ്പേറിയർ ലെസൺ ആയി പോയി. ഐ തിങ്ക് ഓൾവേസ് ഇറ്റ്സ് സേഫ് വെൻ യു ഹാവ് അഗ്രിമെന്റ് വിത്ത് ദ പ്ലെയർ ഫസ്റ്റ് ആൻഡ് ദെൻ ടോക്കിംഗ് ടു ദ ക്ലബ്. എന്തുകൊണ്ട് ചെൽസി നേരെ ലീഡ്സിലേക്ക് പോയി എന്നുള്ളത് എനിക്കിപ്പോഴും ഈ പറഞ്ഞ പോലെ മേ ബി ഫുട്ബോളിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ആ ഒരു ഡിസിഷൻ എടുത്തത്. അത് തന്നെ നമ്മളെ ശരിക്കും വി ഗോട്ട് പ്ലേഡ് എന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ ലീഡ്സും ബാർസലോണയും കെപ്റ്റ് ഇറ്റ് സ്ട്രേറ്റ് ഫോർവേഡ്. നമ്മൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ദിസ് ഷുഡ് മൂവിങ് ഫോർവേഡ് ബി എ ഗുഡ് ലെസൺ ഫോർ ടോഡ് ബോളി ആൻഡ് എഗ്ബാലി ആൻഡ് ദ ഗൈസ്. കാരണം എപ്പോഴും ഐ മീൻ ഇപ്പം നമ്മളടുത്ത് ചോദിക്കണമെങ്കിലും വുഡ് ബി റാദർ ടോക്ക് ടു an institution first than a person that we actually know. നമ്മളെപ്പോഴും ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കിട്ടിയാലേ നമ്മൾക്കൊരു ഒരു ഈസ് ഓഫ് ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഐ തിങ്ക് മൂവിങ് ഫോർവേഡ് ഇപ്പൊ ഗ്നാബ്രിയുടെ കാര്യം പറയുന്നുണ്ട്, വേറെ പ്ലേയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഐ ഹോപ്പ് വി ഹാവ് ദ എന്താ പറയുക പേഴ്സണൽ ഡീൽസ് സൈൻഡ് ബിഫോർ ടോക്കിംഗ് ടു ദ ക്ലബ്. ഇപ്പൊ സ്റ്റേർലിങ്ങിന്റെ കാര്യം പറഞ്ഞു. സ്റ്റേർലിങ്ങിന്റെ ഐ തിങ്ക് പേഴ്സണൽസ് വെർ അഗ്രീഡ് ലോങ് ബാക്ക്. പിന്നെ സിറ്റി ആയിട്ടുള്ള ഫീയും ബാക്കി ഫൈനൽ ഡീറ്റെയിൽസിനുമാണ് ഇപ്പൊ സമയം എടുത്തത്. ആൻഡ് നേരത്തെ സൈമൺ ജോൺസന്റെ ട്വീറ്റ് ആയിരുന്നോന്ന് അറിയില്ല, സോ സംബഡി ഇൻ ദ കമന്റ് സെയിങ് ദാറ്റ് ബോളി ഹാസ് സംതിങ് പ്ലാൻഡ് ഫോർ ദി അനൗൺസ്മെന്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ഡീലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
നമുക്ക് അതിനുള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ യാ, ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ റഫീനിയ. ഇപ്പോഴും there is a little bit of hope left. ബാർസലോണ ഈ ലിവർ വലിച്ച് പൈസ ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊന്നും നമ്മളെയും പഠിപ്പിച്ചു തരണം. കാരണം ഇടക്കിടക്ക് ട്വീറ്റ് കേൾക്കും, സെക്കൻഡ് ലിവർ, മൂന്നാമത്തെ ലിവർ. ഈ ലിവർ എന്താ സാധനം തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ലിവർ വലിച്ചാൽ പൈസ വരും, ആ പൈസ വെച്ചിട്ടാണ് ഈ കാണിച്ചു കിട്ടുന്നതെല്ലാം. സോ somewhere a little hope remains. ഒരു 90 million കടമുള്ള ഒരു ടീം ഹൗ ദർ അലൗഡ് ടു. ചെൽസി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു FFP ഇൻവെസ്റ്റിഗേഷൻ, ഒരു 5-6 ട്രാൻസ്ഫർ ബാനും കാണായിരുന്നു. ബാർസ ആയതുകൊണ്ട് മേ ബി ഡിഫറെന്റ് സെറ്റ് ഓഫ് റൂൾസ്. there is something called grandfather clause. അത് പണ്ടെങ്ങാണ്ടുള്ള ഒരു ക്ലോസ് ആണ്. അതിലേതോ 6-5 ടീം ലാലിഗ ടീംസ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ക്ലോസ് ഫോർ ദം. അതിന്റെ അണ്ടറിൽ എന്തോ സ്പെഷ്യൽ ഫൈനാൻഷ്യൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. റയൽ, ബാഴ്സ, അത്ലറ്റിക്കോ ആൻഡ് there are I think 2 or 3 teams, I'm not sure. അപ്പം അതൊരു വേറെ സെക്ഷൻ തന്നെയാണ്. ഗോയിങ് ടു ദാറ്റ്, ഈ പറഞ്ഞ പോലെ ഡെയർ ഫുട്ബോൾ ഡോമിനേഷൻ ഇൻ ദാറ്റ് കൺട്രി, അത് തന്നെയാണ് വ്യക്തമാവുന്നത്. സോ അതിന്റെ എന്തെങ്കിലും ആയിരിക്കും, ഐ എം നോട്ട് ഷുവർ. ബട്ട് ആ ഒരു ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെന്ന് ഈ പറഞ്ഞ പോലെ എവിടെയോ വായിച്ചു. എത്ര ലേബിൾ ആണെന്ന് എനിക്കും അറിയില്ല. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ലൈക്ക് ഔട്ട് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചോട്ടെ. ഇറ്റ്സ് സച്ച് എ റിസ്കി മൂവ് ഫോർ എ ടീം ലൈക്ക് ബാർസലോണ. ഇത് ഇല്ല ഒരു ഈ ഒരു 5-6 സൈനിങ്, ഹൗ മെനി ഓഫ് സൈനിങ്സ് ഇറങ്ങി അല്ലെങ്കിൽ 2-3 ഫ്ലോപ്പ് ആയി പോയുള്ള അവസ്ഥ, ലൈക്ക് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഫോർ എ ന്യൂ മാനേജർ ലൈക്ക് ചാവി ഇതുവരെ നല്ല റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വാട്ട് ഇഫ് ഇറ്റ് ഓൾ ഗോസ് ബാഡ്? there is no way back for Barcelona, and that is what is confusing to me. ഇത്രയും റിസ്ക് എടുക്കും ഇങ്ങനെ ഒരു ഫാൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡു യു ഗോ ദിസ് ഫാർ? ഹൗ ഫാർ വിൽ യു? ഒരു 1-2 പ്ലേയേഴ്സ് ഫൈൻ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇതിൽ കണ്ട എല്ലാവരും എന്താണ് ഇതാണ് ലിങ്ക്ഡാണ്. സോ ഇറ്റ്സ് റിയലി ബൈ നോ പേ ലേറ്റർ സ്കീമാണ്. ഐ തിങ്ക് ദേ ഓ ഫ്രങ്കി ഡിയോങ്ങിന് മാത്രം 70 million കൊടുക്കാണ്ട്, ആൻഡ് ദേ ആർ സേയിങ് നോ വി വോണ്ട് പേ, വിൽ പേ 3 million, ബാക്കി യുണൈറ്റഡ് കൊടുത്തോളൂ എന്നുള്ളത്. ആൻഡ് സ്റ്റിൽ പ്ലേയേഴ്സ് വോണ്ട് ടു ഗോ, വിച്ച് ഇസ് സർപ്രൈസിങ്. ഇപ്പോ ഒരു സ്റ്റാർട്ടപ്പിൽ പൈസ ഇല്ല, ശമ്പളം തരില്ല പറഞ്ഞിട്ട് ആൾക്കാർ പോവാ ഒരു മനസ്സ് കാണിക്കുന്നത്. നോ ഐഡിയ വൈ. ബ്ലാക്ക് മെയിൽ ചെയ്യണ്ടോന്ന് സംശയമുണ്ട്. അങ്ങനെ പോലത്തെ അവസ്ഥ, ലൈക്ക് ലിറ്ററലി എവരിവൺ ജസ്റ്റ് വാണ്ട്സ് ടു ഗോ ദേർ. എന്തോ ഉണ്ട്, സംതിങ് മോർ ദാൻ വി നോ ഫോർ ഷുവർ. Next one again, I'll come to Girish bro on this. Gnabry again, അടിപൊളി പ്ലെയർ ആണ്. I think he had his peak a couple of seasons back. Bayern Champions League winning campaign, he was definitely one of their best players. Consistent goal threat, one-on-one dribbler ആണ്, creator ആണ്. Maybe not on the same level as Dembele or other players, but your opinion, do you think he's a player we should be chasing? Actually, I'm very unsure about this. എൻ്റെ എക്സ്പോഷർ ഓൺ ഗ്നാബ്രി is very limited. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഗ്നാബ്രിയും സ്റ്റേർലിംഗ് ഒരു സിമിലർ പ്രൊഫൈൽ ആയിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഐ എം നോട്ട് റിയലി ഷുവർ അബൌട്ട് ദാറ്റ്. ഒരു മോർ ഓഫ് എ ഗോൾ സ്കോറിംഗ് ത്രെഡ് റാദർ ദാൻ എ ക്രിയേറ്റീവ് സോർട്ട് ഓഫ് ഓപ്ഷൻ. അത് ഞാൻ കേട്ടിരിക്കുന്ന ഒരു ഒപ്പീനിയൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ്സ് ഗോയിങ് ടു വർക്ക്. ബിക്കോസ് നമ്മളൊരു 3-4-3 സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്രിയേറ്റിവിറ്റി ഹാസ് ടു കം ഫ്രം സംവെയർ. നമ്മുടെ 3-4-3 പിവറ്റിൽ വരില്ല. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് കോച്ചിച്ച് ഓർ കാണ്ടെ ഓർ whatever ജോർജിനിയോ ആൻഡ് കോച്ചിച്ച്. അവർ അത്രയും എത്രത്തോളം ക്രിയേറ്റീവ് ആണ്, ഐ എം നോട്ട് ഷുവർ ദേ ആർ ദാറ്റ് ക്രിയേറ്റീവ്. സോ someone has to be there to give that defense splitting pass. Someone has to be there to provide those chances for these people to score. Appo angane nokkumbol like it's a little bit confusing to me. I'm not sure, I may be wrong over here, but with regards to Gnabry, again, if it is just up to the coach. I feel they know better. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഫുട്ബോൾ കാണുന്ന ഒരു ഫാൻസ് ആണ്, അല്ലാണ്ട് ടെക്നിക്കലായിട്ട് പറയാൻ this is what I have about it at least. Makes sense. Ashwin bro, I'll come to you next. Okay, Girish bro, go ahead. Same question ആണോ? അല്ലല്ല, സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ we are talking about Leao and Gnabry. പിന്നെ നമുക്ക് സ്റ്റെർലിംഗ് ഉണ്ട്. You can say Leao and Sterling are more similar players. Gnabry കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ ഇപ്പം പറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇൻസൈഡ് സ്ട്രൈക്കർ, ഇൻവേർട്ടഡ് വിങ്ങർ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് കൂട്ടാം. സി Gnabryയുടെ പ്ലേയിങ് സ്റ്റൈൽ മോർ ഓഫൻ ദാൻ നോട്ട് he just hugs the touch line നോട് എത്ര ചേർത്ത് ബോൾ വാങ്ങാവോ he gets the ball there, and he is a very experienced player now. ഈ റാഫേൽ ലിയായുടെ കേസ് ആയത് തന്നെ പറയാം. the comparative difference is that റാഫേൽ ലിയാവ് he is young, he is explosive and വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഡ്രിബ്ലറും കൂടിയാണ്. most of the time his deliveries are like, see, I'm delivering this to a good area, have a crack at it. അങ്ങനെയുള്ള ഒരു ഡെലിവറി ടൈപ്പ് പ്ലെയർ ആണ് റാഫേൽ ലിയാവ്. ഹിസ് സപ്ലൈസ് ആർ മോർ ഓഫൻ ദാൻ നോട്ട് വെരി സിമിലർ ടു ദാറ്റ്. സിമിലർ ടു ഒഡോയി നമുക്ക് വേണമെങ്കിൽ പറയാം. ഹി സീ someone in the box, he's like, okay, go ahead, have a crack at it. But Gnabry is more sensible in his decision. Gnabry is more sensible in his passing.
once he receives the ball, he assesses the situation better. ഈ പറഞ്ഞ സ്റ്റെർലിങ്ങിനെക്കാട്ടി നന്നായിട്ട് ഈ പറഞ്ഞ ലിയാവോനെക്കാട്ടി നന്നായിട്ട്, ആൻഡ് ഹിസ് ഡിസിഷൻ മേക്കിംഗ്, ഹിസ് പാസിംഗ് ചോയ്സസ്, ഇതെല്ലാം കുറച്ചും കൂടെ എന്താ പറയുന്നത് ഡെവലപ്ഡ് ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ വെൻ യു സേ, ഇപ്പൊ ഞാൻ നാളെ ചെന്ന് പെപ്പിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡു യു വാണ്ട് റാഫേൽ ലിയോ, ഡു യു വാണ്ട് സെർജ് ഗ്നാബ്രി, ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് ഹി വിൽ ഗോ ഫോർ ഗ്നാബ്രി. കാരണം കുറച്ചും കൂടെ ടാക്ടിക്കൽ അവയർനെസ് ഉള്ള പ്ലെയർ ആണ് ഗ്നാബ്രി. ഓഫ് കോഴ്സ് ഹിസ് എക്സ്പീരിയൻസ് സ്പീക്സ്. പിന്നെ റാഫേലിയനെ പോലെ ഒരു പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റെർലിങ്ങിനെ കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്നാ ഏരിയ ദേ ആക്ച്വലി പിക്ക് അപ്പ് ദ ബോൾ. ഇപ്പം ഗ്നാബ്രി ടച്ച് ലൈൻ അടുത്താണ് റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ലിയാവോ ആൻഡ് സ്റ്റെർലിംഗ് ദേ ട്രൈ ടു പിക്ക് ഇറ്റ് അപ്പ് ഇൻ ഏരിയാസ് നിയർ ദ ബോക്സ്. യൂഷ്വലി എന്താ പറയുന്ന ആ ഒരു സോൺ 14 ആ ഒരു ഏരിയ എന്നൊക്കെ പറയും. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് എഡ്ജ് ഓഫ് ദ ബോക്സിൽ, അല്ലെങ്കിൽ ബോക്സിന് കുറച്ച് വൈഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്കോറിംഗ് ഏരിയ ഇൻസൈഡ് ദ ബോക്സിൽ. They are always trying to score. They are always trying to make space for themselves to take the shot. As Sterling in the record, ഒരു ഡൗട്ടും ഇല്ല. Even in you see any of his videos, അതിൽ ഒരു ഡൗട്ട് ഇല്ലാതായില്ല. He is always hungry for goals. Gnabry is a bit more developed creator എന്നാണ് പറയാം. അതാണ് ഒരു ഡിഫറൻസ്. But again, the kind of strikers that Leo has played with, Giroud, Ibrahimovic ഒക്കെ പോലത്തെ പ്ലേയേഴ്സിനായിട്ട് then he is coming in and playing with someone like maybe Havertz and I think doesn't know what his best position is. ചിലപ്പോൾ he always wants to occupy number 10 ആ ഒരു ഏരിയയിലോട്ട് ഡ്രോപ്പ് ചെയ്ത് ബോൾ വാങ്ങാറുണ്ട്. ഇല്ലെങ്കിൽ I think one of his best games was Fulham. ഒരു ഡബിൾ അടിച്ച ഒരു ഗെയിം ഓർമ്മയുണ്ട്. Mount I think laid on one assist for him and Timo Werner laid on another assist. So who can sort of provide that level of service to Havertz? I think അടുത്ത സീസൺ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം ടു ബി മോർ ക്രിയേറ്റീവ്, ഓർ വി ബ്രിങ് ഇൻ സംവൺ ഹു കെൻ പ്രൊവൈഡ് ദാറ്റ് ക്രിയേറ്റിവിറ്റി. സ്റ്റെർലിംഗ് ആ പ്ലെയർ ആണോ ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. ഹീസ് മോർ ഓഫ് ഒരു ഇപ്പോൾ ഹീസ് ബിക്കം മോർ ഓഫ് ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ടൈപ്പ് പ്ലെയർ ആയി മാറിയിട്ടുണ്ട് കമ്പയർഡ് ടു ഹിസ് ലിവർപൂൾ ഡേയ്സ്. ബട്ട് സ്റ്റിൽ മൂവിങ് ഓൺ. It depends actually, Hebbar. ഒരു ചെറിയ പോയിന്റ് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ, see what was the issue with Werner? He came on as a goal scorer. ഏറ്റവും പ്രൊലിഫിക് ആയിട്ടുള്ള ബundesliga ഗോൾ സ്കോറിനെയാണ് നമുക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് സക്സീഡ് ചെയ്യാൻ പറ്റിയത്? ബിക്കോസ് പ്രീമിയർ ലീഗിൽ സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സ്റ്റെർലിംഗ് ഈസ് ദ സെയിം പ്ലെയർ, another prolific goal scorer and same type of player who can find space. ഇപ്പോഴും സ്പേസ് നന്നായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഫോക്സ് ഇൻ ദ ബോക്സ് ആയിക്കോട്ടെ, ഇൻവെർട്ടഡ് വിങ്ങർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ലിവർപൂൾ ഡേയ്സ് ഓർ നൗ he is finding space, he is scoring goals. So maybe that will be the difference. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് ഇസ് the kind of service he is getting from Cancelo, De Bruyne, Foden പോലത്തെ പ്ലേയേഴ്സ് നമ്മുടെ സിസ്റ്റം ഈ again makes sense. എനിക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ആക്ച്വലി 2 ആഴ്ച മുമ്പത്തെ എപ്പിസോഡിൽ I told Girish that Sterling is not a transfer that excites me എന്നുള്ളത്. ഞാൻ ആ ഒരു മൈൻഡിൽ തന്നെ ആയിരുന്നു ഇരിക്കണേ. പക്ഷെ 2-3 ദിവസം മുമ്പ് I listened to CFC Central, Sam on a podcast. പുള്ളി ആസ് യൂഷ്വൽ പുള്ളി വായ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. And he kind of opened my mind to another dimension in terms of Sterling. And എല്ലാവർക്കും അറിയാം CFC Central എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ് മെഷീനാണ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ വായന്ന് ഒഴുകും, നമ്പേഴ്സ് വരും. ആൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊരു പ്രോപ്പർ എവിഡൻസ് കൊണ്ടും തന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി പറഞ്ഞൊരു കാര്യം, അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി അതിനെപ്പറ്റി പഠിച്ചത്. പെപ് ഗ്വാർഡിയോളയുടെ അണ്ടറിൽ ഗോൾ കോൺട്രിബ്യൂഷൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ റഹീം സ്റ്റേർലിംഗ് is number 2 only behind Lionel Messi. ആൻഡ് ഗോൾ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് ഗോൾ സ്കോറിങ് മാത്രമല്ല, അസിസ്റ്റ് നമ്പേഴ്സ് ആണ്. അസിസ്റ്റ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 സീസണായിട്ട് ഡിറ്റീരിയോറേറ്റിംഗ് ആണ്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ എ ഹ്യൂജ് നമ്പർ. ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് നമ്പേഴ്സ് നൗ. പക്ഷേ നമ്മളുടെ അറ്റാക്കേഴ്സിൽ ഏറ്റവും വലിയ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ അസിസ്റ്റ് ആണ്, എക്സെപ്റ്റ് മേസൺ മൗണ്ട്. ബാക്കി അസിസ്റ്റ് ഒക്കെ വന്നത് ഇപ്പുറത്തുനിന്നാണ്, റീസ് ജെയിംസിന്റെ നിന്നാണ്. ബാക്കി ആർക്കും വലിയ അസിസ്റ്റ് നമ്പേഴ്സ് ഇല്ല. കായ് ഹാവർട്സിന്റെ അസിസ്റ്റ് നമ്പേഴ്സ് സക്സ്, പുളിസിക്കിന്റെ അസിസ്റ്റ് നമ്പർ സക്സ്. അൺഫോർച്ചുനേറ്റ്ലി CH ദ മജീഷ്യൻ ഓൾസോ അസിസ്റ്റ് നമ്പേഴ്സ് അത്ര ഭയങ്കര ബോസ്ഫുൾ അല്ല. നമ്മളുടെ എല്ലാ അറ്റാക്കേഴ്സിനേലും കഴിഞ്ഞ 4 സീസണായിട്ട് റഹീം സ്റ്റേർലിങ്ങിന്റെ നമ്പേഴ്സ് രണ്ടിലും, ഗോൾസിലും അസിസ്റ്റിലും, നമ്മളുടെ കഴിഞ്ഞ 4 സീസണായിട്ട് 4-5 സീസണായിട്ട് കൂടുതലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഹെബ്ബാർ ഇപ്പൊ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എഗൻസ്റ്റ് ആയിട്ട് ഇത്രയും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ദാറ്റ് ഹീസ് നോട്ട് ജസ്റ്റ് എ ഫോക്സ് ഇൻ എ ബോക്സ്. പിന്നെ വേറൊരു ഒരു സംഭവം കൂടി ഞാൻ ഒരു ത്രെഡ് ഞാൻ വായിച്ചായിരുന്നു. അതായത് സാധാരണ ഈ ഫോക്സ് ഇൻ ദ ബോക്സ് അല്ലെങ്കിൽ ലാംപാർഡിനെ പോലത്തെ ഒരു ലേറ്റ് അറൈവൽ ഇൻ ടു ദ ബോക്സ് അങ്ങനത്തെ ഒരു ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ആള് വരുമ്പോൾ യൂഷ്വലി 2-3 ഡിഫൻഡേഴ്സിനെയൊക്കെ ഇടിച്ച് ബുള്ളി ചെയ്ത്
ഒരു ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ബോക്സിലേക്ക് ആ സീനിലേക്ക് എത്തുന്നത്. പക്ഷെ സ്റ്റേർലിംഗ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ആരോടും മിണ്ടാതെ പറയാതെയാണ് ഈ പൊസിഷൻസിലേക്ക് എത്തുന്നത്. ലൈക്ക് ഹീസ് നോട്ട് എ ഫോക്സ് ഇൻ എ ബോക്സ്, ഹീസ് എ ഗോസ്റ്റ് ഇൻ എ ബോക്സ്. നമ്മളാരും ആ മൂവ്മെന്റ് ശ്രദ്ധിക്കില്ല, ബട്ട് ഹീസ് ദെയർ. ഐ തിങ്ക് മേസൺ മൗണ്ട് മെയ്ഡ് എ സ്റ്റേറ്റ്മെന്റ് സംവെയർ ഡ്യൂറിങ് ഹിസ് ഇംഗ്ലണ്ട് ഇതിനെ പറ്റിയിട്ട്. സോ സ്റ്റേർലിംഗ് നമ്മൾ വിചാരിക്കാത്ത ഒരു അണ്ടർ റേറ്റഡ് ആണ്. CFC സെന്ററിൽ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ സ്റ്റേർലിംഗ് ഇസ് ബോറിംഗ് ബിക്കോസ് ഹീസ് ബീൻ ഡൂയിങ് ദിസ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഹീസ് ഇംഗ്ലീഷ്, സോ നോബഡി കെയർസ്. ഹീസ് എന്താ പറയാ, 17 വയസ്സായ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പൊ 27ആയി. 10 വർഷമായിട്ട് ഇത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും he has gone under the radar a little bit. So I am എന്താ പറയാ റീഫ്രേസിങ് ഓർ എന്താ പറയാ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കേണ്ടി വരികയാണ്. ഐ ആം വെരി എക്സൈറ്റഡ്. ആൻഡ് ഒറ്റ ഒരു കാര്യം, ആസ്പിൻ വൺ മോർ, ഈ ഒരു ട്രാൻസ്ഫർ ആക്ച്വലി ഇറ്റ്സ് എ ലോട്ട് സിമിലർ ടു ഫാബ്രിഗാസ്. ഫാബ്രിഗാസ് നല്ലൊരു ടീമിൽ നല്ല കുറെ പ്ലെയേഴ്സിന്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ദി ഓൺലി തിങ് ദാറ്റ് വാസ് ലാക്കിംഗ് ഫോർ ഫാബ്രിഗാസ് ഇൻ ബാർസലോണ വാസ് പ്ലേ ടൈം. ആൻഡ് ആ ഒരു മെയിൻ ആളാണെന്ന് പറയാനായിട്ടായിരിക്കും ഇറ്റ് വാസ് ഓൾവേസ് സാവി, ഇനിയസ്റ്റ, മെസ്സി ഓർ അലക്സിസ് സാnchez ടു an extent, പെഡ്രോ. ഫാബ്രിഗാസിന് ആ ഒരു സ്റ്റാച്ചർ ഉണ്ടായിരുന്നില്ല. സ്റ്റേർലിംഗ് ഇതേപോലെ എല്ലാ പണി എടുക്കുന്നുണ്ട്, നമ്പേഴ്സ് ആർ ഇംപ്രസീവ്, he is playing in one of the best teams at the moment, but he wants to come to Chelsea and become the main man. That is what excites me. Let's see. Makes perfect sense. Yeah, Fox in the box ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് പറഞ്ഞത്. 17-18 സീസൺ ഐ തിങ്ക് ഹി ഹാഡ് ലൈക്ക് 17 ഗോൾസ്. 18-19 18 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കമ്പയർഡ് ടു ആർ അറ്റാക്കേഴ്സ് ഔട്ട്പുട്ട് ഇസ് ലൈക്ക് ഓൺ അനദർ ലെവൽ. അപ്പോൾ സ്റ്റെർലിംഗ് ഇസ് അറ്റ്ലീസ്റ്റ് നമ്മുടെ കഴിഞ്ഞ സീസൺ ഒരു ക്രിയേറ്റീവ് ഇഷ്യൂസും ഗോൾ അടിക്കാനുള്ള ഒരു മടിയൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ് ഐ എം എക്സൈറ്റഡ് ബൈ ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിം ഇൻ അവർ ടീം. സോ ഐ തിങ്ക് വി സ്പെൻഡ് കുറച്ച് സമയം we've spent on our attack as well. നെക്സ്റ്റ് മിഡ്ഫീൽഡിലോട്ട് പോവാ. ടോം ബ്രോ, ഐ കം ടു യു അഗൈൻ. കുറെ പേരുകൾ ഇപ്പോൾ വന്നുപോയി. ഡെക്ലൻ റൈസിന് ഫസ്റ്റ് ഒരു വിൻഡോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടുക്കൽ ടാർഗറ്റ് ആണ്, എന്തെങ്കിലും ചെൽസിയിലോട്ട് വരുന്നുണ്ടാവുന്ന ഒരു ന്യൂസ് ഉണ്ടാവുന്നു. ബട്ട് നൗ വി ആർ ഹിയറിംഗ് 100 million മോസ്റ്റ് പ്രോബ്ലി നോട്ട് കമ്മിങ്. ഫ്രങ്കി ഡയോങ്ങിനെ പറ്റി കുറച്ചാലും ന്യൂസ് ഉണ്ടാവുന്നു, ഇപ്പോൾ യുണൈറ്റഡിലോട്ട് പോകുന്നുണ്ട് എന്നായി. ദെൻ ദർ വാസ് a newness from Sporting CP. Then we had multiple other people also. Do you think we'll be signing someone in midfield? Otherwise, Edillengi, who do you think will be first choice pivot going into next season? Declan Rice-നെ പറ്റി പറയുകയാണെങ്കിൽ he's like that weird ex-girlfriend that we never move on from. എപ്പോഴും എന്ത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡെക്ലൻ റൈസ് വന്നായിരുന്നെങ്കിൽ അത് I think Declan Rice will one day play for Chelsea. I am sure of that. But not now, not at 100 million, not at 70 million. But I am going to make a bold prediction and say he won't sign a contract extension at West Ham. 26, he is not old. He will be at his prime. Maybe we'll get him a season before his contract expires, or he will join us as a free agent and become the second best free agent of Chelsea of all time behind Michael Ballack. എന്നാണ് ഞാനിപ്പോൾ ഒരു ബോൾഡായിട്ട് പറയാൻ പോണേ. കഴിഞ്ഞു, ഡെക്ലൻ റൈസ് കഴിഞ്ഞു. ഇനി മൂവിങ് ഓൺ, ഫ്രാങ്കി ഡിയോങ് നോട്ട് ഹാപ്പനിങ്. ഐ ഡോണ്ട് തിങ്ക് വി ആർ ഗോണ, നമ്മൾ ഇപ്പോൾ ജോർജിനിയോ കെയിം ഔട്ട് ആൻഡ് സെഡ് ഹീസ് 100% Chelsea. He's annoyed at the rumors, so that's there. Kantena, we are not going to sell him to Manchester United or Arsenal. That is never going to happen. പിന്നെ കൊവച്ചിച്ച് പവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വി നോ ഹൗ മച്ച് ഓഫ് എ വേൾഡ് ക്ലാസ് ഈസ്. ആൻഡ് നമ്മളെല്ലാവരും അണ്ടർ ദ റേഡാർ അഗൈൻ ഗോയിങ്. കോണർ ഗാലഗർ, ബില്ലി ഗിൽമോറൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് വി നീഡ് ടു ബോൾസ്റ്റർ ദ മിഡ്ഫീൽഡ് ബിക്കോസ് വി ആർ വർക്കിംഗ് ഓൺ എ ടൈറ്റ് ബഡ്ജറ്റ്. 200 million for Chelsea is a tight budget. That's how spoiled we are. So we have better things to do, I think. So I don't think midfield നമ്മൾ അത്ര വലിയ കളിയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ബിഫോർ മൂവിങ് ടു ഗിരീഷ് ബ്രോ, ഫവാസിന്റെ ഒരു കമന്റ് മാത്രമേ ഞാൻ അഡ്രസ് ചെയ്യാം. ഇപ്പോൾ സിറ്റീനെ പോലത്തെ ഒരു സിസ്റ്റത്തിൽ ദേ മേക്ക് ലൈക്ക് അറ്റ്ലീസ്റ്റ് 4-5 ഗുഡ് ക്വാളിറ്റി ചാൻസസ് ഇൻ എ മാച്ച്. അപ്പോൾ അവിടെ സ്റ്റെർലിംഗ് മിസ് ചെയ്യുന്നത് മേ ബി ഇസന്റ് ആസ് മച്ച് ഓഫ് എൻ ഇഷ്യൂ. ബട്ട് ആളുടെ ഇഫ് യു ലുക്ക് അറ്റ് പ്യുവർലി ഹിസ് ഔട്ട്പുട്ട്, ഐ തിങ്ക് ലോട്ട് ഓഫ് ഹിസ് മിസ്സസ് ആർ ഓവർ ഹൈപ്ഡ്. ആസ് ഇൻ ആ 2-3 ഓപ്പൺ ഗോൾ മിസ് നമ്മൾ വല്ലാണ്ട് യൂട്യൂബിലും ട്വിറ്ററിലും കണ്ടുകൊണ്ട് മേ ബി വി ഹാവ് ദിസ് ഇമേജ് ഓഫ് സ്റ്റെർലിംഗ് ആസ് എ വെരി വെരി വേസ്റ്റ്ഫുൾ പ്ലെയർ. ബട്ട് ഫോർ ഓൾമോസ്റ്റ് 4-5 സീസൺസ് പെപ് ഗാർഡിയോള നല്ലോണം ട്രസ്റ്റ് ചെയ്തൊരു പ്ലെയർ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ അറ്റാക്കേഴ്സ്, ഗിവൻ ഹൗ യങ് ദേ ആർ, ഐ ഡെഫിനറ്റ്ലി തിങ്ക് സ്റ്റെർലിംഗ് ഇസ് ആൻ അപ്ഗ്രേഡ്. I hope he doesn't miss chances like City, but I don't think he'll miss as much. So
And yep, moving on to Girish bro, പറയൂ. ടോം പറഞ്ഞ പോലെ നമ്മുടെ മിഡ്ഫീൽഡ് ഓപ്ഷൻസ് ഒരാളെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ആസ് എ മേ ബി ഐ ഫീൽ ദാറ്റ് ഹീസ് ഗോയിങ് ടു ബി ദ ഹിഡൻ സ്റ്റാർ, ഹിഡൻ ജെം ഇൻ അവർ സ്ക്വാഡ്. അതാണ് ഈത്തൻ ആംപഡു. നമ്മള് കഴിഞ്ഞ ഒരു സീസൺ നോക്കുവാണെങ്കിൽ ഓൺ ലോൺ അറ്റ് വെനീസിയ. യെസ്, വെനീസിയ റെലഗേറ്റ് ആയി പോയി, വേഴ്സ്റ്റ് ടീം ഇൻ ഇറ്റാലിയൻ ലീഗ്. പക്ഷെ ആ ഒരു ടീമില് ആകെയുള്ള ഒരു ബ്രൈറ്റ് സ്പോട്ട് വാസ് ഈത്തൻ ആംപഡു. ആൻഡ് ഈത്തൻ ആംപഡു കളിച്ച പൊസിഷൻസ് ഒക്കെ ഇറ്റ്സ് ലൈക്ക് ക്രേസി. അയാൾ CDM ആയിരുന്നു മെയിൻ ആയിട്ട് കളിച്ചത്. സെന്റർ ബാക്ക് കളിച്ചിട്ടുണ്ട്, റൈറ്റ് സെന്റർ ബാക്ക് കളിച്ചിട്ടുണ്ട്, പിന്നെ റൈറ്റ് ബാക്ക് കളിച്ചിട്ടുണ്ട്, റൈറ്റ് വിങ് ബാക്ക് കളിച്ചിട്ടുണ്ട്. ആൻഡ് ഐ വൺ ഹേർഡ് ലൈക്ക് ഹി ഓൾസോ ലൈക്ക് ഹാഡ്, ബിക്കോസ് ഒരു സിറ്റുവേഷൻ ആയപ്പോ ഹി വാസ് ലൈക്ക് ബോംബിംഗ് അപ്പ് സോ ഹെഡ്, ഹി ലുക്ക് ലൈക്ക് റൈറ്റ് വിംഗർ ഓൾസോ അറ്റ് വൺ പോയിന്റ്. സോ അങ്ങനെ പോലത്തെ ഒരു പ്ലെയർ ലൈക്ക് കമ്മിങ് ബാക്ക്, ഐ ഫീൽ കഴിഞ്ഞ വർഷം ചലോബ എന്താണ് പെർഫോം ചെയ്ത പോലെ ഐ ഫീൽ ഹീസ് ഗോയിങ് ടു ബി ദാറ്റ് വൺ പേഴ്സൺ who's going to shine through if he stays. ഇപ്പൊ ഞാനൊരു റൂമർ വായിച്ചത് പറഞ്ഞാൽ if he's not getting regular football, he will choose to be sold to another club. I hope we don't sell him, because I feel that he's really good. And on top of that, നമുക്ക് എല്ലാവർക്കും അറിയാം ആംപഡോ കളിച്ച ഫസ്റ്റ് ഗെയിം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. At the age of 16 or 17, he was shouting and commanding the players. ആ ഒരു ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറുമാണ്. So I really hope he stays, and he's a midfield option we have to seriously consider, at least as a stopgap CD. Definitely അതാണ്. ആംപഡു, Conte trusted Ampadu when he was 16. But then that should tell you about his quality. Aspin bro, I'll move straight to you. I know your opinion. നമ്മുടെ ചില മിഡ്ഫീൽഡേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്കറിയാം. But again, looking at the young players at least, Gilmer, Ampadu, do you think they have a place in our midfield for next season? അവർ റെഗുലറായി ഗെയിം ടൈം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്? ആംപഡു ആൻഡ് ഗിൽമോർ ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാന്ന് പറയാം. ഐ തിങ്ക് ആംപഡു വിൽ കം ഓൺ ആസ് വൺ ഓഫ് ദോസ് പ്ലേയേഴ്സ്, യു നോ, എപ്പോഴും എവിടെ വേണേലും റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്നവോ അവിടെ ആളില്ല, നമ്മുടെ വില്ലർ, അങ്ങനെ ഒരു സ്കീമാണ്. ബട്ട് ആംപഡുയുടെ ക്വാളിറ്റിയിലൊക്കെ ഡൗട്ട് ഒന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ വെനീസിയക്ക് വേണ്ടി കളിച്ച ഹി വാസ് ദ ബ്രൈറ്റ് സ്പോട്ട്, നോ ഡൗട്ട്. ഹി വാസ് വെരി ബ്രേവ് ഇൻ ഗോയിങ് ഫോർവേഡ്. വളരെ സോളിഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്, നല്ല ക്യാരക്ടറുള്ള പ്ലെയർ ആണ്. ഐ ലൈക്ക് ഹിം വെരി മച്ച്. ആൻഡ് ബില്ലി അഗെയിൻ ഹ്യൂജ് ഡൗട്ട് ഫോർ മീ. എനിക്ക് വളരെ നല്ലൊരു പ്ലെയർ ആണ്. ബട്ട് ചെൽസിനെ പോലെ ഒരു ടീമിൽ പ്രീമിയർ ലീഗിൽ എത്രത്തോളം സർവൈവ് ചെയ്യും, എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും, സീരിയസ് പൊട്ടൻഷ്യൽ. പക്ഷെ എല്ലാവർക്കും എല്ലായിടത്തും സ്വന്തം ട്രൂ ഫുൾ പൊട്ടൻഷ്യലിൽ എത്താൻ കഴിയില്ല. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ബില്ലിയുടെ മേളിൽ വരുന്നത്. വൺ പ്ലെയർ ദാറ്റ് ഐ എം ഓൾമോസ്റ്റ് അബ്സല്യൂട്ട്ലി സർട്ടൻ ദാറ്റ് വിൽ ഷൈൻ ഈസ് ഒബിയസ്ലി ഗാലഗർ. കാരണം ഞാൻ ഈ ക്രിസ്റ്റൽ പാലസിൽ ഇവൻ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചു തുടങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഫ്രാങ്ക് ലംബാർഡിനെ മിസ് ചെയ്യുന്നവർക്ക് ഒരു വരദാനായിരിക്കും ഗാലഗർ whenever he starts playing in Chelsea. And I am sticking to that statement because his movements, his work rate and his character, it is very similar to Frank. No nonsense, വളരെ clean ആയിട്ടുള്ള ഒരാളാണ് on the pitch, off the field. And I really want to see him becoming one of our main men in the double pivot. കാരണം എക്സ്ട്രീം വർക്ക് എത്തിക് ആണ്. ഡിഫൻസിൽ വേണോ, ഡിഫൻസിലുണ്ട്. അറ്റാക്കിൽ വേണോ, ഹീസ് ഇൻ ദ ബോക്സ് ട്രൈങ് ടു സ്കോർ ഗോൾസ്. ആൻഡ് അതിന് ബാക്ക് ചെയ്യാനുള്ള ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്. സോ ഗാലഗർ മിക്കവാറും ഹി വിൽ ബി ദ എന്താ പറയുന്ന സ്ട്രോങ് ഷൗട്ട് ഫോർ വൺ ഓഫ് ദി പിവറ്റ് സ്പോട്ട്സ്. സേ വി ആർ പ്ലേയിങ് എ പിവറ്റ്, സിസ്റ്റം ചേഞ്ച് ചെയ്താൽ ഒരു മിഡ്ഫീൽഡ് സ്പോട്ട് എന്തായാലും ഹി വിൽ ബി മേക്കിംഗ് ഇറ്റ് 80% ഹിസ് ഓൺ. ഈവൻ കോസിച്ച് വിൽ ഹാവ് ടു ഫൈറ്റ് ഫോർ ദാറ്റ്. അതിൽ എനിക്ക് ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ പോലെ പെയറിംഗ് ഹിം വിത്ത് സമ്മൺ. സോ ഒരു ഗാലഗർ കോവാസിച്ച് പെയറിംഗ്, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് വിൽ വർക്ക്. അതൊന്ന് കളിച്ച് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. Kante Gallagher makes sense. It makes a lot of sense. One player to, you know, hold the line and one player to disrupt anything that is coming against us. But Kante again, he will be gradually phasing out of Chelsea. And then in the മനസ്സിൽ പറയുന്നത് കഴിഞ്ഞ season was not his best. But I hope ഈ ഒരു പ്രീ സീസണും എല്ലാം കഴിഞ്ഞ് he has had time to recover from all his injuries. പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്ന് പറയുന്നു. കാരണം അതുപോലെ ഒരു പ്ലെയറിനെ ഇനി കിട്ടുമെന്ന് തന്നെ ഒരു ഡൗട്ടാണ്. സെങ്കോളോ കാണ്ടെ ബിഫോർ ഞാൻ ആഫ്റ്റർ. RLCനെ കുറിച്ച് ടൈസൺ തോമസ് ചോദിക്കുന്നുണ്ട്. അഗെയിൻ RLC വിൽ ഓൾസോ ബി ഒരു യൂട്ടിലിറ്റി പ്ലെയർ, അത്രയാണ് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഹി ഹാസ് റീച്ച് ദാറ്റ് ഏജ്, ഒരു പീക്ക് ആവേണ്ട ഏജിൽ എത്തിക്കഴിഞ്ഞു ഫോർ എ മിഡ്ഫീൽഡർ, ഫോർ ദാറ്റ് ഫിസിക്. സോ അഗെയിൻ അവിടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഫോർത്തിലേക്ക് അല്ലെങ്കിൽ കലകൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ലായ്മോ ചിലപ്പോൾ ആയിരിക്കാം. മാറ്റ് മർഡോക്ക് ഡെയർഡെവിൽ റെഫറൻസ് ആണ്. സോ ആയിരിക്കാം. ബട്ട് ഐ റിയലി സീ ഹിം പ്ലേയിങ് ഇൻ എ പിവറ്റ്. അതിന് പറ്റിയ ക്വാളിറ്റീസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Tom bro, same question. Gallagher, okay. Girish bro, just ഒരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഗാലഗർ is someone who has been performing
2 seasons നമ്മൾ ഈ ക്രിസ്റ്റൽ പാലസ് ലോണിന്റെ മുമ്പ് നമ്മൾ വേറെ ലോൺ കൊടുത്തായിരുന്നു വെസ്റ്റ് ബ്രോമില്. Even in West Brom, he was one of the best players in the league. Sorry, in the team, I would say. And consistent ആയിട്ട് രണ്ട് ടീമിൽ ഇങ്ങനെ പെർഫോം ചെയ്യണം പറഞ്ഞാൽ he is something special, and I feel he will be one of the best players in our team next season if he is getting the regular chances. Go ahead. ഗിരീഷ് ബ്രോ പറഞ്ഞ പോലെ തന്നെ he played deep at West Brom, പിന്നെ ക്രിസ്റ്റൽ പാലസിൽ പോയിട്ട് under Patrick Vieira, one of the best midfielders in history. He's learned how to improve his attacking side as well. So maybe great prospect. Tom bro, same question to you. Gallagher, do you think he starts for us next season? സ്റ്റാർട്സ് എന്ന് ചോദിച്ചാല് 4-3-3 ആണെങ്കിൽ യെസ് മേ ബി, ബട്ട് അഗൈൻ സ്റ്റാർട്ടിലേക്ക് ഐ തിങ്ക് ഹീ നീഡ് ടു ഹാവ് ദ പ്രീ സീസൺ ഓഫ് ഹിസ് ലൈഫ്. വേറെ മോഡിലേക്ക് എത്തിച്ച് ടൂക്കലിനെ അത്രക്ക് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ഐ മീൻ പോസിബിൾ. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഐ തിങ്ക് ലാംപാർഡിൻ്റെ അണ്ടറിലുള്ള പ്രീ സീസണും ഹി വാസ് സച്ച് എ ബീസ്റ്റ്. I remember making a poster because I thought that would be his breakout year for Chelsea. കാരണം അത്രക്കും ഇംപ്രസീവ് ആയിരുന്നു. We know the talent is there. ഒരു ലൈക്ക് ടിപ്പിക്കൽ ഇംഗ്ലീഷ് എന്താ പറയുക, ഒരു ബുൾഡോസിങ് മിഡ്ഫീൽഡാണ്. അതിനുള്ള ഫിസിക്കൽ സ്റ്റാച്ചർ ഉണ്ട്, ഇടിച്ചിടണമെങ്കിൽ ഇടിച്ചിടാം. എല്ലാം കൊണ്ടും സ്ട്രെങ്ത്തും ആക്സിലറേഷനും എല്ലാം കൂടിയുള്ള ഒരു ഡൈനാമിക് ഒരു ബോംബാണത്. അവൻ്റെ പ്ലേയിങ് സ്റ്റൈലും അത് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ഹി ക്യാൻ കീപ് ഡൂയിങ് ദാറ്റ് ഇൻ ദ ലോങ് റൺ, വൺ സംഭവമായിരിക്കും. ആൻഡ് ഐ ഡോണ്ട് തിങ്ക്, ഐ ഹോപ്പ് വി ഡോണ്ട് എന്താ പറയുക, നമ്മൾ ഇത്ര നാൾ കാണിച്ചിട്ടുള്ള ഈ പറഞ്ഞ നല്ല പ്രോസ്പെക്ട്സിനെ പൊട്ടവിലക്ക് വിൽക്കുന്ന ഒരു സ്റ്റുപ്പിഡ് മിസ്റ്റേക്ക് ഇവൻ്റെ കാര്യത്തിൽ ചെയ്യല്ലേ എന്ന് വിചാരിക്കുകയാണ്. ബിക്കോസ് ഇവൻ ഹീസ് ഗോണ ബി ഹ്യൂജ്. സോ ഇഫ് ഹീസ് ഗോണ സ്റ്റാർട്ട് നെക്സ്റ്റ് സീസൺ, ഒരു ഫോർമേഷൻ ചേഞ്ച് വരാണെങ്കിൽ ഇഫ് 4-3-3 is an option, I'm not saying Chelsea is gonna play 4-3-3 the whole season. I still think ആ ഒരു ഡൈനാമിസം വേണം. നമ്മളുടെ സ്റ്റാർട്ടിങ് ലൈനപ്പും ഫോർമേഷൻ ഒന്നും ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ. ആൻഡ് വി നീഡ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ഓപ്പോസിഷൻ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ വേൾഡ് ബീറ്റിംഗ് 4-3-3 ലൈനപ്പ്. ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, മെഡ്രിഡ് ഒക്കെ ചെയ്യുന്ന പോലെ ലൈക്ക് എല്ലായിടത്തും മാസ് അങ്ങനെയുള്ളൊരു ലൈനപ്പ് ഇല്ല. സോ അത് വരണവരെ 4-3-3 ഷുഡ് ബി എൻ ഓപ്ഷൻ, ആൻഡ് ഇൻ ദാറ്റ് 4-3-3 ഹി ഷുഡ് ത്രൈവ്. എനിക്ക് സെയിം ഓൺലി കൺസേൺ വിത്ത് കോർണർ ഗാലഗർ ഇസ് നമ്മുടെ പിവറ്റിൽ ഐ തിങ്ക് ടുക്കെൽ വാണ്ട്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്കിൽ സെറ്റ്. ജോർജിനോനെ പോലെ ടു പിക്ക് പ്ലേയേഴ്സ് ബിറ്റ്വീൻ ദ ലൈൻസ്, ഇല്ലെങ്കിൽ കോച്ചിനെ പോലെ ടു ഡ്രൈവ് വിത്ത് ദ ബോൾ. ഗാലഗറിന് ആ ഒരു ഇങ്ങനത്തെ നമ്മുടെ ഒരു പൊസിഷൻ ബേസ് സിസ്റ്റത്തിൽ വി ഹാവൻ സീൻ ഹിം പ്ലേ എ ഡീപ്പ് റോൾ. ഐ തിങ്ക് അറ്റ് വെസ്റ്റ് ബ്രോം സാം അലർഡൈസ് ആയിരുന്നു കുറച്ചാലും typical relegation team setup, defending deep, plugging space, which he did very well. Crystal Palace he has shown his on the ball, പക്ഷെ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ മേ ബി ടയർഡ്നെസ് ആവാം, യൂത്ത് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. ചെൽസിയിൽ വീക്ക് ഇൻ വീക്ക് ഔട്ട് ഡീപ്പർ റോൾ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് എക്സൈറ്റിംഗ് പ്രോസ്പെക്ട്, ബട്ട് നോട്ട് ഷുവർ ഇഫ് ഹീൽ ബി ഏബിൾ ടു ഡു ഇറ്റ് എനിവേ. കുറെ പേര് ജോസ്കോ ഗോഡിയോളിനെ പറ്റി പറയുന്നുണ്ട്. ആസ്പിൻ ബ്രോ, വാട്ട് ഡു യു തിങ്ക്? ഗ്രേറ്റ് പ്ലെയർ, ഗ്രേറ്റ് പ്രോസ്പെക്ട്, വെരി ഗുഡ് ഓൺ ദ ബോൾ as well, but do you think he'll come to Chelsea, or do you think we should go in for? Again, നമ്മുടെ ട്രാൻസ്ഫർ പോളിസി അങ്ങനെ ഒരു പ്ലെയറിനെ അല്ല ഈ പറഞ്ഞ പോലെ കൊണ്ടുവരാൻ നോക്കുന്നതാണ് എൻ്റെ ഒരു. Because all the players we are looking for, the players we are linked to, എന്തെങ്കിലും ഒരു ലെവൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ we are looking for French players, simple as that. അപ്പം ജോസ്കോ ഗോഡിയോളിനെ പോലെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് you will be a rotation player എന്ന് പറഞ്ഞ കോൺട്രാക്ട് എന്തായാലും ഒപ്പിടിക്കാൻ പറ്റില്ലല്ലോ. So I don't think he is an option for us. ഇനി വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വി മൈറ്റ് വെൽ ബി ലുക്കിംഗ് അറ്റ് അവർ തിയാഗോ സിൽവ റിപ്ലേസ്മെന്റ് ഇൻ തിയേറ്റർ ബൈ. കാരണം സെൻട്രൽ ആയിട്ട് കളിക്കാനും ലെഫ്റ്റിലും റൈറ്റിലും കളിക്കാനും അറിയാവുന്ന ഒരു പ്ലെയർ ആണ്. എക്സ്ട്രീംലി വെർസറ്റൈൽ ഇൻ എ ബാക്ക് ത്രീ ആൻഡ് ബാക്ക് ഫോറിലും കളിക്കാൻ കഴിവുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബട്ട് ഐ ഹാവ് സീൻ ഹിം പ്ലേ ഇൻ എ ബാക്ക് ഫോർ. Makes sense. I'll direct this question to Girish bro. Where is striker do you think Chelsea will go in by the end of the season, or Havertz and Brohan ആയിരിക്കും? And I think segue into കുറെ പേര് ചോദിച്ചുകൊണ്ടിരുന്നത് ബ്രോഹാനെ വിൽ വി ബി സെല്ലിംഗ് ടു വെസ്റ്റ് ഹാം. സോ ഡു യു തിങ്ക് ദാറ്റ് വിൽ ഹാപ്പൻ? Two things. നമുക്കിപ്പോൾ സ്ട്രൈക്കറിന് സ്പെസിഫിക് ആയിട്ട് സ്ട്രൈക്കർ ആവശ്യമുണ്ടെങ്കിൽ വി വുഡ് ഹാവ് ഹേർഡ് ലിങ്ക്സ് ടു അറ്റ്ലീസ്റ്റ് 1% റൈറ്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ തിങ്ക് വി ആർ നോട്ട് ഗോയിങ് ടു സൈൻ എനിവൺ ഇൻ സ്ട്രൈക്കർ റോൾ അൺലെസ് വി ഗെറ്റ് സമൺ ലൈക്ക് ലെവൻഡോസ്കി. അങ്ങനെ പോലത്തെ ടാർഗറ്റ് കിട്ടിയാൽ ഓക്കെ ഫൈൻ, ഐ തിങ്ക് വി മൈറ്റ് ജംപ് ഫോർ ഇറ്റ്. പക്ഷെ അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് നമ്മൾ
ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. It seems very unlikely. Regarding Broha will be that option. എൻ്റെ ഒരു അഭിപ്രായത്തിൽ Broha should be in the squad according to me and might be in that squad as an option if and when we need a 9 at times. So I feel that it's a very great option to have in the squad, and Broha Chelsea ninnalu he will get regular game time when we want that out and out striker to be on the pitch. So I don't think special ആയിട്ടൊരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യും. I don't think so as it stands. സെയിം. അപ്പോൾ ഒരു പ്ലെയറിന് ഇത് കിട്ടിയ ശേഷം ഫസ്റ്റ് ടീം ഇതിനെ പറ്റി ഒരു ഹീസ് ഓൾറെഡി ഗോട്ട് എ ടേസ്റ്റ് ഓഫ് വീക്ക് ഇൻ വീക്ക് ഔട്ട് ഫുട്ബോൾ. വെദർ ഹീൽ ആക്സെപ്റ്റ് എ സ്ക്വാഡ് റോൾ കണ്ടറിയണം. ഐ തിങ്ക് there's one question coming to Aspin from Balu, post which Tom Bro will come to you on the outgoings in our squad. Aspin Bro, അഭിപ്രായം about Koulibaly, Diaz, Van Dijk, Koulibaly, who is your best? Yeah, ranking പറയുകയാണെങ്കിൽ at the moment I would say Van Dijk number 1, no doubt. Primarily because he is an extremely good tactical defender. ഈ പറഞ്ഞ പോലെ ലിവർപൂളിനെ പോലെ ഒരു സിസ്റ്റം എക്സ്ട്രീം ഹൈലൈൻ മോസ്റ്റ് നമ്പർ ഓഫ് ഓഫ് സൈഡ് ഗോട്ട് ഔട്ട് ഫോർ ഐ തിങ്ക് ലാസ്റ്റ് 2 or 3 സീസൺസ്. അത് വെറുതെ കിട്ടുന്നതല്ല. ഈ വാൻ ഡൈക്കിന്റെ വോക്കൽ എബിലിറ്റി, ടാക്ടിക്കൽ അവയർനെസ്, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനുള്ള എബിലിറ്റിയും, അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് വരുമ്പം അതിനെ എഫക്റ്റീവായിട്ട് സ്ലോ ഡൗൺ ചെയ്ത് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയും കൊണ്ടാണ് കിട്ടുന്നത്. സോ പ്ലേയിങ് ഇൻ പ്രീമിയർ ലീഗ് ദാറ്റ് കൺസിസ്റ്റൻസി വളരെ റെയർ ആയിട്ട് മിസ്റ്റേക്ക് ഉണ്ടാക്കുക. സോ വാൻ ഡൈക്ക് ഇസ് നമ്പർ 1 ഫോർ മീ. റൂബൻ ഡിയാസ് വന്ന് പ്രീമിയർ ലീഗിലായിട്ട് സെറ്റിൽ ആവാൻ എടുത്ത ടൈമും അതുപോലെ തന്നെ സെറ്റിൽ ആയി ഇപ്പൊ കളിക്കുന്ന ലെവലും വെച്ച് നോക്കുമ്പോൾ നമ്പർ 2 നോ ഡൗട്ട് റൂബൻ ഡിയാസ് അറ്റ് ദ മൊമെന്റ്. ആൻഡ് ഒബ്വിയസ്ലി തേർഡ് ചോയ്സ് ആയിട്ട് കൂലിബാലി തന്നെയാണ്. ഓഫ് കോഴ്സ് വൺസ് ഹി കംസ് ടു പ്രീമിയർ ലീഗ് ചെൽസി പോലോ ക്ലബിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സ്റ്റെപ്പ് അപ്പ് ഫ്രം നാപ്പോളി, ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീമിലായിട്ട് വരുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് കണ്ടറിയാം. സോ മേ ബി ask this question some 6 months into the season and we'll see where we stand. I think Thiago Silva-നെ പറ്റി സെയിം ചോദ്യം ആ സീസൺ തുടക്കം ചോദിച്ചിരുന്നെങ്കിൽ മേ ബി വി വുഡ് ഹാവ് റാങ്ക്ഡ് ഹിം അറ്റ് 3, ബട്ട് ദെൻ Exactly. കൂൾ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ടോം ബ്രോ. ആസ് ഇൻ ഇത്രയും കാലം ഇൻകമിങ്സ് ഏതൊക്കെ പ്ലെയർ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് ഓബ്വിയസ്ലി ഒരു ബ്ലോട്ടഡ് സ്ക്വാഡ് ആണ് നമ്മുടെ. ലോട്ട് ഓഫ് പീപ്പിൾ വാണ്ട് ടു ലീവ് ടു ബാർസലോണ ഫോർ സം റീസൺ. അപ്പോൾ who do you think leaves അടുത്തൊരു 1 monthനുള്ളിൽ? who all do you think the outgoings will be? Tom Newton. Sorry. So something that's funny is ZH we thought we'd be seeing the last. കഴിഞ്ഞു ZH പോവാണെന്നുള്ളത് ഏകദേശം ഇങ്ങനെ പറഞ്ഞ പോലെ ഇപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. ദിസ് ഇസ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ. ബിക്കോസ് നമ്മൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചെൽസി ഹാസ് ബീൻ ZH ഹെവി ഫോർ എ വൈൽ നൗ. നമ്മളുടെ പിക്ചേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതൊക്കെ ZH നല്ല രീതിയിൽ ഫീച്ചർ ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹേർഡ് ദ ന്യൂസ് ദാറ്റ് ഹി സാക്ഡ് ഹിസ് ഏജന്റ്. 10-12 വർഷമായിട്ട് പുള്ളിയുടെ ഏജന്റ് ആയിരുന്ന ആളെ പുള്ളി സാക്ക് ചെയ്ത് നൗ ഹീസ് നെഗോഷിയേറ്റിംഗ് ഹിംസെൽഫ്. ഓൾസോ വി ഹേർഡ് അനദർ റൂമർ സെയിങ് ദാറ്റ് ഹി ഹാസ് വേറൊരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഹു ഹാസ് ഗുഡ് ടൈസ് ഇൻ ഇറ്റലി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് 2 വശത്തോട്ടും തിരിയാം. ഇന്ന് മറ്റേ ജെറാഡ് റൊമേറോയുടെ ട്വീറ്റ് പോലെ ചിലപ്പോൾ ചെൽസിയിൽ നിൽക്കും അല്ലെങ്കിൽ ചെൽസി വിടും എന്ന് പറഞ്ഞ പോലെ ഐ എം ഓൺ ദ വാൾ വിത്ത് ZH. കാരണം നമ്മളുടെ പ്രൈമറി ടാർഗറ്റ്സ് ഇൻ അറ്റാക്ക് ഇപ്പൊ സ്റ്റേർലിംഗ് മാത്രമേ ഏകദേശം ഉറപ്പായിട്ടുള്ളൂ ഇപ്പോഴും. ബാക്കി റഫീനിയ ഡെമ്പലൊക്കെ പോയി. സോ വി ആർ ഷോർട്ട് എന്ന് തന്നെ പറയാം. ബിക്കോസ് 5 subs വെച്ചിട്ട് ഐ തിങ്ക് എവറി പ്ലെയർ ഇൻ ദ സ്ക്വാഡ് വിൽ ഗെറ്റ് എ ഗുഡ് നല്ല മിനിറ്റ്സ് കിട്ടും എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഹഡ്സൺ ഒഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ചെൽസിയാണ്, ചെൽസിയിൽ നിന്ന് മാസ് കാണിക്കണം എന്നുള്ള നല്ല കിടിലൻ ഡയലോഗ് കീറിയിട്ടുണ്ട് ചെക്കൻ. ബട്ട് ദെൻ അഗൈൻ അതൊക്കെയാണ് നമ്മളുടെ ഓപ്ഷൻസ് എല്ലാം ഇച്ചിരി ടുവേർഡ്സ് ദി അക്കാഡമിയാണ് വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് റൈറ്റ് സൈഡ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ടൂക്കൽ ഫാൻസീസ് ദിസ് ഗൈ ഓൺ ഹിസ് നാച്ചുറൽ ലെഫ്റ്റ് ഓർ റൈറ്റ് ഹഡ്സണോട്. അപ്പോൾ പിന്നെ നമ്മളുടെ റെഗുലർ എപ്പോഴും പറയാറുള്ള പോലെ ടീമോ വർണർ, പുളിസിക് ഇപ്പോഴും പക്ഷേ വേറെ ഒന്നും കേൾക്കുന്നില്ല. ടയർ 3 പോയിട്ട് ടയർ 5 സണ്ണ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവരുടെ പേരെങ്ങും ഔട്ട് ഗോയിങ്സ് ആയിട്ട്. ഐ തിങ്ക് യു മൈറ്റ് ഹാവ് ടു ഫൈൻഡ് വെരി എന്താ പറയുക സൊല്യൂഷൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ബട്ട് ഔട്ട് ഗോയിങ്സ് എപ്പോഴും ടു ബി സേഫർ. നമ്മളുടെ ഇൻകമിങ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ. ഇപ്പൊ ആസ്പിയുടെ കാര്യം പറയുകയാണെങ്കിലും ലോട്ട് ഓഫ് പീപ്പിൾ വാസ് ആസ്കിങ് ഇൻ ദ കമന്റ്സ് ആസ്പി എന്താവും. സത്യം പറഞ്ഞാൽ അറിയില്ല. ഈവൺ ഹീസ് ബീൻ ഫീച്ചർഡ് ഹെവി ഓൺ സോഷ്യൽ മീഡിയ. ഡയലോഗ്സ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഹീസ് എവർ പ്രസന്റ് ഇൻ ദ സ്ക്വാഡ് ആസ് യൂഷ്വൽ. അപ്പോ റൂമർ പറയുന്നത് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഓൺ എ ഫ്യൂ ടാർഗറ്റ്സ് ടു ഡിസൈഡ് വേർ ആസ്പി ഗോസ് ടു. പിന്നെ
ഹെബാർ നേരത്തെ ചോദിച്ച പോലെ ഇവര് ബാർസലോണയിൽ പോയിട്ട് ഇനിയിപ്പോ സാലറി കിട്ടാതായി കേസ് കൊടുത്ത് കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണ അങ്ങനത്തെ ഒരു റൂട്ടാണോന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങോട്ട് ആൾക്കാർ പോകാൻ പോണെന്നുള്ളതും ഈ പറഞ്ഞ പോലെ ബാറ്റ്ഷുവായൊക്കെ ഇപ്പോഴും ഉണ്ട്. അവന്റെ ഒന്നും ലൈക്ക് ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോലും ഒരു ലോൺ ഓഫർ ആ രീതിയിലത്തെ ട്രാൻസ്ഫർ ഓഫർ പോലും വന്നിട്ടില്ല. സോ ഔട്ട് ഗോയിങ്സ് ഇപ്പോഴും ഐ ഡോണ്ട് തിങ്ക് ഒരു 75% ഡൺ എന്ന് പറയാൻ പോലും എന്തെങ്കിലും ഡീൽ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. So we might have to rush once the targets come in and signs their contract. So yeah, that's the latest on outgoings. Girish bro, same question to you. As in, obviously, നമ്മുടെ ഡിഫൻസീവ് വരുമ്പോൾ തന്നെ I think we have the maximum number of outgoings. ആസ്പിലിക്വേറ്റ പോകുന്നുണ്ട്, അലോൺസോ പോകുന്നുണ്ട്. But do you think there is a case for ആസ്പിലിക്വേറ്റ in the squad if we don't sign? As an experience പോകുന്ന ബുദ്ധിമുട്ട് പണ്ട് ആർസണലിൽ കണ്ടിട്ടുണ്ട് when they sold too many people and played too many kids. I think Chelsea could also face the same situation. Do you think ആസ്പിലിക്വേറ്റയ്ക്ക് ഒരു സ്ഥാനം ഉണ്ട് സ്ക്വാഡിൽ going into next season? Aspilicueta there's always space for Aspilicueta and Chelsea squad. അതാണ് എൻ്റെ ഒരു ഇത്, because he's one of that out and out Chelsea person in our squad who has been there for the past 10 years. നമ്മുടെ captain ആയിരുന്നു കഴിഞ്ഞ season, and the only reason he's probably moving is just because he's getting a crazy offer from Barcelona. I don't know how they're affording it. അതാണ് എൻ്റെ first. Nobody knows how Barca is getting their money, where they're getting their ഇവർ കാണിച്ച ക്രേസി ഡീൽ തന്നെ. നീ കളിച്ചോ, പൈസ തരൂല. ചെൽസിക്ക് ഫണ്ട് എന്ന് പറയാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. 90 മില്യൺ കൊടുക്കാണ്ട് പ്ലെയർമാർക്ക് അല്ലായിരുന്നു ഉഷാറ. I'll just add a point to that. Barca Chelsea പോലെ ഫണ്ട് ചെയ്ത് ഉണ്ടാക്കിയ ടീമൊന്നും അല്ല. ബാർസയ്ക്ക് നല്ല ഹിസ്റ്ററി ഉണ്ട്, ഈ പറഞ്ഞ പോലെ കാറ്റലാൻ സ്പ്ലിറ്റിങ്ങും വെരി റിച്ച് ഹിസ്റ്ററി. പക്ഷെ എന്താണെന്നറിയില്ല, അവരുടെ ഫാൻസിനെ എസ്പെഷ്യലി ഈ ജനറേഷനിൽ തലയ്ക്കകത്ത് എന്താണെന്നറിയില്ല, സംതിങ് ഈസ് റോങ്. They never accept the reality. Great club, അതിലൊരു ഡൗട്ടും ഇല്ല. They have a rich history. I mean, ഞാനൊക്കെ ഫുട്ബോൾ കണ്ട സമയത്ത് അവരുടെ പെപ്പിന്റെ ഒക്കെ സമയമായിരുന്നു. I mean, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. പക്ഷെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്ന ഒരു മാനസികാവസ്ഥ ഇല്ല അവർക്ക്. ഇല്ല, മെസ്സിയുടെ സാലറി ഒരു രാജ്യത്തിന്റെ GDP-യുടെ 1% സാലറി വാങ്ങിക്കൊണ്ടിരുന്ന ആള്. പക്ഷെ മെസ്സിക്ക് ക്ലബ് പൈസ ഒന്നും ആവശ്യമില്ല, ഫണ്ട് ശരി. ചെൽസിയുടെ ഒരു കുറവ് തന്നെ സീനില്ല. മൂവിങ് ഓൺ ടു ആസ്പിൻ ബ്രോ, സെയിം ക്വസ്റ്റ്യൻ. ആസ് ഇൻ ഐ തിങ്ക് സെയിൽസ് പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്രം അവർ സ്ക്വാഡ്, ഹു ഡു യു തിങ്ക് വുഡ് ബി ദ ഫസ്റ്റ് 3 people you would sell? ഒരു പേര് പറഞ്ഞ എന്റെ ഗ്രൂപ്പ് തന്നെ കൊല്ലും, 2 ഗ്രൂപ്പും അതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. ബീങ് പ്രാക്ടിക്കൽ ആക്ച്വലി സിഎച്ച് ഓർ വെർണർ, 2 കാര്യങ്ങളാണ്. സിഎച്ചിന്റെ ഓൾറെഡി ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ കണ്ടു. ഐ മീൻ ദേ ആർ ട്രൈങ് ടു ഗോ, ഐ മീൻ ഹീസ് ട്രൈങ് ടു ലീവ് AC Milan ലോൺ മൂവ്, അങ്ങനെയൊക്കെ കുറച്ച് റിപ്പോർട്ട്സ് കണ്ടു. ഇഫ് ഹി മൂവ്സ് ഇറ്റ് വിൽ ബി എ ഗുഡ്, ഒരു ഗ്യാപ്പ് നല്ലതാണ് ഞങ്ങൾക്ക്, കാരണം ഫുൾ പൊട്ടൻഷ്യൽ കളിക്കാൻ പറ്റിയിട്ടില്ല ചെൽസി, സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ടിമോ വെർണർ അഗെയിൻ ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമായിരിക്കാം ചിലപ്പം. ഹി ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു പ്ലേ ടു ഹിസ് ഫുൾ പൊട്ടൻഷ്യൽ. സോ വെർണറിന്റെ മൂവ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ബി ലൈക്ക് ഇവനെ പറഞ്ഞു വിടണം, നമുക്കൊരു ആവശ്യമില്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ബട്ട് ഐ തിങ്ക് ഹി ഹാസ് എ ബെറ്റർ ഫ്യൂച്ചർ സംവെയർ. കുറച്ചും കൂടെ നന്നായിട്ട് വേറെ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റിയേക്കും. മേ ബി ലിവർപൂളിന്റെ സിസ്റ്റം പറയാൻ പറ്റില്ല, മേ ബി സം അതർ ലീഗ്. ബട്ട് ഇവിടെ സെറ്റിൽ ആവുന്ന തോന്നാത്ത ഒരു പ്ലെയർ അറ്റ് ദ മൊമെന്റ് ടിമോ വെർണറാണ്. ബട്ട് ആബ്സല്യൂട്ട്ലി ബ്രില്യന്റ് പേഴ്സൺ. ഒരിക്കലും മീഡിയയിലോ മറ്റോ പോയിട്ട് ഇതുവരെ ഒരു പ്രശ്നം ചെൽസിക്ക് ഉണ്ടായിട്ടില്ല. വെരി ഗുഡ് പ്ലെയർ, വെരി പ്രൊഫഷണൽ പ്ലെയർ. ബട്ട് പോയി കഴിഞ്ഞാലും നമുക്കും ടിമോയ്ക്കും ടിമോയ്ക്കും ബെനിഫിറ്റ് ആവാൻ പറ്റുന്ന ഒരു മൂവായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കമ്മിങ് ടു മിഡ്ഫീൽഡ് അഗെയിൻ, RLC സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇനി റൊട്ടേഷൻ പ്ലെയർ ആയിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ സാധ്യതയുള്ളൂ. ആൻഡ് ഹി മൈറ്റ് ബി ലുക്കിംഗ് ഫോർ മൂവ്സ് എൽസ്വെയർ. അത് ആ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ ആം നോട്ട് ഷുവർ. അഗെയിൻ നോ ലിങ്ക്സ് ആർ സ്ട്രോങ് ടോൾഡ്. മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു റിപ്പോർട്ടിംഗ് ആണല്ലോ ചെൽസിന്നാരും പോണേ. പിന്നെ കെപ്പ, ഈ പറഞ്ഞ പോലെ നമ്മൾ ഓഫ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറെ പ്ലേയേഴ്സിന്റെ ലിസ്റ്റിൽ ഈ വരുന്ന ഒരു പേരാണ് കെപ്പയൊക്കെ. പിന്നെ ബക്ഷയുടെ കാര്യം പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് വി ആർ ഗോയിങ് ടു ഓഫ്ലോഡ് ബക്ഷ ദിസ് സീസൺ. എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്പർ 9 എന്ന് പറയാൻ ആകെ ഇപ്പോൾ ഒരു പ്ലെയർ ബക്ഷായി, പിന്നെ നമ്മുടെ കൊച്ചിയിറക്കം ബ്രോവേ ഉള്ളൂ. ഒരു 4 കളിയിൽ 1 കളിയിൽ 5 മിനിറ്റ് കളിക്കാനെങ്കിലും ബക്ഷാനെ കീപ്പ് ചെയ്യാൻ നമുക്ക് ചാൻസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് ഇവിടെ തന്നെയുള്ള ഒരു ഓപ്ഷനാണ്. ചിലപ്പോൾ നിർത്തിയേക്കാം, പക്ഷെ ഇനി ഒരു ലോൺ മൂവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോൺ വിത്ത് ഒബ്ലിഗേഷൻ ഒക്കെ കൊടുത്ത് പറഞ്ഞു വിടാനും നല്ല ചാൻസ് ഉണ്ട്. പോണം എന്ന നിർബന്ധമുള്ള പ്ലേയേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അറ്റ് ദ മൊമെന്റ് ഫോർവേഡ് ഏരിയാസിൽ കുറച്ച് ട്രിമ്മിങ് നടന്നു കഴിഞ്ഞാൽ കൊള്ളാം. CH വെർണർ
പുലിസിച്ചിനെ പറഞ്ഞു വിടും തോന്നുന്നില്ല വിത്ത് അമേരിക്കൻ ഓണേഴ്സ്, ഹിസ് ഹൈപ്പ് ആൻഡ് എവറിത്തിങ് ഗോയിങ് ഓൺ. ആൻഡ് 3 പേരിൽ കമ്പാരിറ്റീവ്ലി ദ പ്ലെയർ ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഈസ് പുലിസിച്ച്, അതിലൊരു ഡൗട്ടും ഇല്ല. ബട്ട് അതർ ദാൻ ദാറ്റ് ഓഫ് കോഴ്സ് കെപ്പ പോലത്തെ കുറെ ഫ്രഞ്ച് പ്ലേയേഴ്സിനെ ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു ബാർക്ലേ. ശരിയാണ്. ഐ തിങ്ക് വി ഹാവ് ഒരു 4-5 പ്ലെയർമാരുടെ പേര് ഓർമ്മയുണ്ട്. സാർ, ബാക്ലി, ആൻഡ് ഐ തിങ്ക് കെപ്പ, ആൻഡ് ഐ തിങ്ക് എ കപ്പിൾ മോർ പ്ലേയേഴ്സ് ടേക്ക് അപ്പ് ലൈക്ക് 500K per week വേജ് ബിൽ ഫോർ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. അപ്പോൾ ചെൽസി നോക്കുകയാണെങ്കിൽ വി ഹാവ് എ ബ്ലോട്ടഡ് സ്ക്വാഡ്. എന്തായാലും ബോലി വിൽ ഓൾസോ നോ. ഈ ബ്ലോട്ടഡ് സ്ക്വാഡിന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിരിക്കും ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ഫോർമോസ്റ്റ് പ്രയോറിറ്റീസ്. ഐ തിങ്ക് വി ആർ ഗുഡ്. മോസ്റ്റ്ലി കവർ ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഓഫ് വാട്ട് വി വാണ്ടഡ് ടു. സോ അഗൈൻ ലാസ്റ്റ് ഒരു ഐ ജസ്റ്റ് ഗോ അറൗണ്ട് ദ ടേബിൾ വൺസ്. ഇനി ഒരു 2-3 ആഴ്ച ഉണ്ട് ഓഫ് the transfer window. അപ്പോൾ I'll come to you, Tom Bro, first. ഒരു ഐഡിയൽ ട്രാൻസ്ഫർ വിൻഡോ 4 signings. ഐ തിങ്ക് വീവ് 2 ഏകദേശം ഇപ്പോൾ ഉറപ്പായുണ്ട് ഇൻ സ്റ്റേർലിംഗ് ആൻഡ് കുലിബാലി. കുലിബാലി ഞാൻ ഉറപ്പിച്ചു, ആയില്ലെങ്കിൽ എന്നെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു. സോ ഇൻ അഡീഷൻ ടു ദോസ്, ഹൂ ഡു യു തിങ്ക് വിൽ ബി 2 more signings we make? ആൻഡ് ഒരു 3 സെയിലും പറഞ്ഞോളുന്നു. നമ്മൾ ഇതിനു മുമ്പ് കുലിബാലിനെ വേണ്ടി ഇങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ഏകദേശം ഒന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാത്തൈസ് ഡിലൈറ്റ് ഒക്കെ റൂമറിൽ ഇങ്ങനെ വന്നപ്പോ ശരിക്കും ആഗ്രഹിച്ചതാണ്, ലൈക്ക് മനസ്സുകൊണ്ട് ഇങ്ങനെ വളരെയധികം മോഹിച്ചതാണ്. ആൻഡ് വി ആർ സ്റ്റിൽ ഇൻ ദ മാർക്കറ്റ് ഫോർ ഡിഫൻഡേഴ്സ് ഈവൺ ആഫ്റ്റർ കുലിബാലി. സോ ഈ മാൻ സിറ്റിയില് എന്താ പറയാ സ്ഥിരമായിട്ട് കളിക്കാൻ പറ്റാത്ത ആക്കയുടെ ഒക്കെ പുറകെ പോണതിന് വരെ ഇച്ചിരിയും കൂടി നമ്മളൊന്ന് പ്രൊആക്റ്റീവ് ആയിട്ട് ഇഫ് വി കൻ ഗെറ്റ് മാത്തൈസ് ഡിലൈറ്റ്, അയ്യോ വേറെ ആരും വേണ്ട, ബാക്കി സെയിലും വേണ്ട സൈനിങ്ങും വേണ്ട, അത് മാത്രം ഒന്ന് വന്ന് കിട്ടിയാൽ ഐ വിൽ ബി വെരി ഹാപ്പി. പക്ഷെ സിൻസ് യു ആസ്ക് ഫോർ 2 more, ഇറ്റ് ഷുഡ് ബി മാത്തൈസ് ഡിലൈറ്റ് ആൻഡ് ഒരു മേ ബി സംബഡി അണ്ടർ റീസ് ജെയിംസ്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല, ബിക്കോസ് റീസ് ജെയിംസ് ഹി കാൺ പ്ലേ. എത്ര നാളും അങ്ങനെ കൺസിസ്റ്റന്റ് ആയി. നമ്മളിപ്പോഴും വി ആർ ലാക്കിംഗ് ഇൻ ദ വിങ് ബാക്ക് കാറ്റഗറി ഓർ ഫുൾ ബാക്ക് കാറ്റഗറി. അപ്പൊ അവിടെ ആരെങ്കിലും വരണം. ക്ലോസിന്റെ ന്യൂസ് ഉണ്ടാകുന്നല്ലോ. ഐ തിങ്ക് ജോണത്തൻ ക്ലോസ്, ഐ മീൻ ഇറ്റ്സ് എ റിയലിസ്റ്റിക് തിങ്. അവിടെ എനിക്ക് ലൈക്ക് ഐ കാൺ ഗോ ഫാൻസി, എനിക്ക് അങ്ങനെ ആലോചിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ ഔട്ട് ഗോയിങ്സ് ഐ ഷുഡ് സേ ഐ തിങ്ക് CH നീഡ്സ് ടു ലീവ് ബിക്കോസ് ഐ തിങ്ക് ഹി ഈസ് എ മാജിക്, ഹി ഹാസ് മാജിക്. പക്ഷെ അത് കാണിക്കാൻ ഇച്ചിരി ടൈം കൊടുക്കാൻ പറ്റുന്ന ലീഗ്, ബുണ്ടസ് ലീഗ, സെറിയ പോലത്തെ സ്ഥലത്തൊക്കെ ഹി വിൽ ഫ്ലറിഷ്. സോ he should leave and to make a little more എന്താ പറയാ funds available to play with. Kepa should be, he's another fine, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കീപ്പറാണ്. നമുക്കറിയാം ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് Kepa has a lot to offer for football in terms of memes, in terms of quality football, എല്ലാത്തിലും. So yeah, I mean no disrespect, I really adore Kepa for what he's done to us, done for us. We saw him live also. ഒരു അടിപൊളി സേവും കണ്ടതാണ്. Exactly, ആ save it's still stuck in my head. So yeah, so these 2 should leave. Done bro, noted. And ഗിരീഷ് ബ്രോ സെയിം ക്വസ്റ്റ്യൻ. ഒരു 2 സൈനിങ് കൂടെ ഒരു 3 പേരിനെ തട്ടി പുറത്താക്കുകയാണെങ്കിൽ ഞാനിപ്പോ നാട്ടിലോട്ട് ട്വീറ്റ് വായിച്ചു. After Koulibaly and Ake, there might be a possible third defender signing. Defender I mentioned it, that's a keyword. So it could be, as Tom പറഞ്ഞ പോലെ നമ്മുടെ ഒരു റൈറ്റ് ബാക്ക് ആവാം, or it could be someone like an Ake, ഒരു സെന്റർ ബാക്ക് ആൻഡ് റൈറ്റ് ബാക്ക് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആവാം. And that could be a perfect replacement for Aspilicueta if you think about it that way, if he's leaving. അപ്പോ അതൊരു സൈനിങ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു if that tweet is true. പിന്നെ definitely an attacker. And ബാക്കി people to go out would be someone like Tom or like Kepa could get us good funds and we could easily sign a replacement going for much less plus another player with that extra money. Aspilicueta looks like he might go out. Alonso looks like he might go out. Your 3 players I expect to go out, and maybe we might sign an attacker with that excess amount we have. Perfect window എൻ്റെ മനസ്സിലും. I'll move on to Aspin. Same question. റൂത്ത്ലെസ് ആയിട്ട് 3 പേരെ തട്ടി പുറത്താക്കൂ and 2 more signings. അതിന് മുമ്പ് രോഹിത് കുറച്ച് നേരമായിട്ട് ചോദിക്കുന്നുണ്ട് ലെഫ്റ്റ് വിങ് ബാക്കിൽ ബാക്കപ്പ് ആയിട്ട് ആരെയാണ് കാണാൻ ഇഷ്ടം എന്നുള്ളത്. കെന്നഡി, ഐ വാണ്ട് കെന്നഡി ടു സ്റ്റേ ബിക്കോസ് ഗ്ലിംസസ് ആണെങ്കിലും he is a good player in my book, so I want him to stay. ഒരു ലെഫ്റ്റ് ബാക്ക് ആണെന്ന് ചോദിച്ചാൽ അല്ല, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് ഇനി വിളിക്കാൻ പറ്റും. സോ 2 signings 3 outgoings. കിംബംബെ 50-50.
ദാറ്റ്സ് ഇറ്റ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വന്നാൽ കൊള്ളാം, വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അഗൈൻ കമ്മിങ് ബാക്ക്, സോ 2 signings എന്ന് പറയുമ്പോൾ ഇപ്പം ഇഫ് സേ വി ഗെറ്റ് നേതൻ അക്കി ആൻഡ് കുലിബാലി, ഒരു ഡിഫൻഡർ സൈനിങ് കൂടെ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി ഡെട്രിമെന്റൽ ആവും കോൾവില്ലും ട്രെവോയ്ക്ക് പോലുള്ള പ്ലേയേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 2 CB signings ആർ ഇനഫ്. പക്ഷേ എന്താ പറയുന്ന ഫോർവേഡ് അല്ലെ മിഡ് ഏരിയയിൽ ഒരു സൈനിങ് കൂടെ കിട്ടിയാൽ കൊള്ളാം. എസ്പെഷ്യലി കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രോയർ ടൈപ്പ് പ്ലെയർ, കാണ്ടേനൊക്കെ പോലത്തെ, ഐ മീൻ അതുപോലുള്ള പ്ലേയേഴ്സ് വളരെ കുറവാണ്. ബട്ട് ഇബ്രാഹിം സാങ്കരെ അങ്ങനെ എന്തോ ഒരു പ്ലെയർ, ഐ മീൻ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ എക്സലന്റ് ആയിട്ട് കളിച്ച ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഐ സോ റിപ്പോർട്ട്സ് ഓഫ് ഹിം, ഹിസ് പ്ലേയിങ് സ്റ്റൈൽ വാസ് റിയലി ഗുഡ്. അപ്പം അതുപോലുള്ള പ്ലെയറിനെ കിട്ടിയാൽ കൊള്ളാം. നോട്ട് എക്സാക്ട്ലി ഹിം, ബട്ട് പറഞ്ഞ പോലെ എനർജറ്റിക് ആയിട്ട് ഒപ്പോണന്റ് ഒരു അറ്റാക്ക് തുടങ്ങുമ്പോഴത്തേക്കും ചെന്നു തീർന്നു, ജസ്റ്റ് ടാക്ടിക്കൽ ഫോർ സംതിങ്, ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ. കാണ്ടേ ഒരു എന്താ പറയുന്ന പ്രൈം കാണ്ടേ ടൈപ്പ് പ്ലെയർ, അതുപോലെ പ്ലെയറിനെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്പർ 9, ലാക്ക് ഓഫ് എ പ്രോപ്പർ നമ്പർ 9 ഈ സ്റ്റിൽ ആക്ച്വലി പറഞ്ഞ പോലെ, ബിക്കോസ് ബാർസ is still a question mark with Lewandowski, and I think we should make a move. And another number 9 that I would love to come to Chelsea is Ciro Immobile. Again ഈ പറഞ്ഞ പോലെ അണ്ടർ ദ റഡാർ പോകുന്ന ഒരു പ്ലെയർ ആണ്. സീരിയയിൽ ലാസിയോയിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. തോമസ് ഇരിക്കുന്നുണ്ട് again, but I think he will be able to provide that clinical setup to our team എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. So that's all. മാറ്റ്സൺ ഇപ്പൊ ഫെയനോടി പോകുന്നില്ല എന്നല്ല അവസാനം, ഫെയനോടി പോകുന്നില്ല എന്നാണ് അവസാനം വന്ന റൂമേഴ്സ്. ആയിന്നാണ് കേട്ടത്. പക്ഷെ നമ്മുടെ സ്ക്വാഡിൽ ഇല്ലല്ലോ, ഐ ആം നോട്ട് റോങ്. അത് വാക്സിനേഷന്റെ എന്തോ സീനാണെന്ന് തോന്നുന്നു. മാറ്റ്സനും പിന്നെ RLCയും കാണ്ടേ, ഐ തിങ്ക് അതാണ് RLC കാണ്ടേ ബ്രോഹ അല്ലേ വാക്സിനേഷൻ കാരണം Broha will join. I think it was Maatson. Broha will join. Broha വേറെ എന്തോ റീസൺ ആയിരുന്നു. അതായ മതിയായിരുന്നു, നല്ലൊരു പ്രോസ്പെക്ട് ആണ് മാത്സൺ. ഡുജോൺ സ്റ്റെർലിംഗ് കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ ഐ ഡോണ്ട് തിങ്ക് ഹി പെർഫോംഡ് ഓൺ ദ സെയിം ലെവൽ. റീസും മൗണ്ട് കളിച്ച പോലെ ഐ തിങ്ക് ഹി ഹാഡ് ലൈക്ക് 0 assists ഫുൾ സീസൺ നോക്കുമ്പോൾ. പ്രീ സീസണിൽ ഇഫ് ഹി ഇംപ്രസസ് ടുക്കെൽ ഡെഫിനറ്റ്ലി ഒരു സ്ക്വാഡ് ലൊക്കേഷൻ സേവ് ചെയ്യുക, എന്തെങ്കിലും കുറച്ച് പൈസ സേവ് ചെയ്യുക. ബട്ട് ഐ ഡോണ്ട് തിങ്ക്, എൻ്റെ ഒരു അഭിപ്രായം, ഐ ഡോണ്ട് തിങ്ക് ഹിൽ പ്ലേ ടു ബിഗ് എ പാർട്ട്. ബട്ട് കണ്ടറിയാം എന്തായാലും. ഐ തിങ്ക് ദിസ് വാസ് എ ഗ്രേറ്റ് സ്ട്രീം. ഒരു മണിക്കൂറിന് മേലായി. ആൻഡ് അഗൈൻ ഓൾ ദ ബാർസ ഫാൻസ് ഹു ട്യൂൺഡ് ഇൻ, കുറെ റെസ്പെക്ട് ഉള്ളൊരു ക്ലബ്ബാണ്. ഐ തിങ്ക് ഈവൻ ഫ്രം ദ ടൈം റൊണാൾഡീനിയോ ഡെക്കോ കളിച്ചിരുന്ന ടൈം മുതൽ ഓൾ ഓഫ് us have watched Barcelona and enjoyed. ഇപ്പോഴത്തെ അവസ്ഥ, I hope it changes and I hope you can at least pay your players fair wages going forwards. And I think that's it for today. Thank you so much Girish bro, Aspin bro, Tom bro. This was great fun. And വരും സ്ട്രീമുകളിൽ കാണാം.